എരിവുണ്ടോ കടിച്ചു നോക്കണം. എന്നെ കടിച്ചത് നീ പറഞ്ഞിട്ടല്ലേ കടിച്ചത്. നിന്റെ പേര് കാന്താരി കാർത്തിയെന്നല്ലേ? കണ്ടിട്ടാ മനസ്സില്ല. എടാ എന്തിനാണ് അവളെ തല്ലിയത്? മനസ്സുണ്ടായി. നീ ആരാ ചോദിക്കും? ഞാൻ ആരെന്നോ? എന്തിനാ വഴക്കുണ്ടാക്കുന്നത്? ഇവൻ കാർത്തിയുടെ വെണ്ടയ്ക്കയും എടുത്ത് പിന്നെ അവളെ തല്ലുകയും ചെയ്തു. മാമ നേരാണോടാ? എന്നെ അടിച്ചിട്ടാ ഞാനും അടിച്ചു. നാളെ ആകട്ടെ, ഞാൻ നിന്റെ സ്കൂളിലേക്ക് വരുന്നുണ്ട്. പോയി പോയി എല്ലാരും പോയി. കാർത്തിയും പോ. രാജു, ആരെങ്കിലും തല്ലിയാൽ ഉടനെ നീ എന്തിനാ പകരം തല്ലാൻ പോണേ? ശരി, ഇന്ദുവിനെ വിളിച്ചോണ്ട് വീട്ടിലേക്ക് വയ്ക്കും. ഞാൻ നിന്റെ അമ്മയെ ഒന്ന് കാണട്ടെ. ഇന്ദു, അമ്മയോട് ഇതൊന്നും പറയല്ലേ. ഇന്ദു മിടുക്കി. കേട്ടു കമലമ്മേ, ഗോവിന്ദപിള്ളയുടെ മക്കൾ എനിക്ക് എന്റെ മക്കളെ പോലെയാണ്. അതുകൊണ്ട് മാത്രമാണ് പറയുന്നത്. ആ രാജുവിന്റെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ വേണം. കുട്ടികളാണെങ്കിൽ കുസൃതിത്തരം കാണും, പക്ഷേ ഇതൊരൽപ്പം കൂടുതലാണ്. വളർന്നു വരുമ്പോൾ ഇന്ദുവിനും എനിക്കും ഒരു താങ്ങും തണലുമായിട്ട് ഇരിക്കേണ്ടവനാണവൻ. അതെല്ലാം കൊണ്ട് തന്നെയാണ് ഞാനും ഇതിവിടെ വന്ന് പറഞ്ഞത്. അച്ഛനില്ലാത്ത കുട്ടി വഷളാകാൻ വേഗം കഴിയും. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. നാളെ വിഷുവായിട്ട് എന്തെങ്കിലുമൊക്കെ കരുതണ്ടേ? പിന്നെ വരാം. എന്താണ് ഇത്ര താമസിച്ചത്? അമ്പലത്തിൽ പോയമ്മേ. സത്യം പറയണം. ഇവന് ആരോടാ വഴക്കുണ്ടാക്കിയത്? സത്യം പറഞ്ഞില്ലെങ്കിൽ അടുത്തിന്റെ തൊലിയാനിരിക്കും. ആരോടാ വഴക്കുണ്ടാക്കിയത്? ആരോടും വഴക്കുണ്ടാക്കില്ലമ്മേ. ആഹാ, നീ നേര് പറയില്ല അല്ലേ? എടാ, നീ പള്ളിക്കുടത്തിന് വരുന്നവര് വഴക്കുണ്ടാക്കില്ലേ? പിന്നോ? അയ്യോ ചേട്ടൻ ഓടിക്കില്ലമ്മേ. ഞാൻ വഴക്കുണ്ടാക്കിയത് കാർത്തി ഒരുത്തൻ തല്ലിയിട്ട്. തല്ലുന്നിടത്തൊക്കെ നീ ആണോടാ പകരം തല്ലം നടക്കുന്നു? ആണോടാ? എടി, ഇവൻ എവിടെങ്കിലും വഴക്കിന് പോയാ ഒന്ന് പറയണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? ചേട്ടാ, അമ്മ തല്ലിയപ്പോൾ ചേട്ടൻ നൊന്തായിരുന്നു. എനിക്കൊന്നും നൊന്തില്ല. നിനക്ക് നൊന്തോ? എനിക്ക് നൊന്തില്ല. പിന്നെ നീ എന്തിനാ കിടന്ന് വിളിച്ചത്? അത് പിന്നെ അമ്മയെ പറ്റിക്കാൻ അല്ലായിരുന്നു ചേട്ടാ. എനിക്ക് അപ്പോഴേ മനസ്സിലായി, അമ്മ ഇതേവരെ നമ്മളെ നോവിച്ച് തല്ലിയിട്ടുണ്ടോടി പൊട്ടി. നമ്മുടെ അമ്മ ഒരു പാവമ്മ അല്ലേ ചേട്ടാ? അമ്മയ്ക്ക് സങ്കടം വരുമ്പോ എനിക്കും സങ്കടം വരും. എന്നിട്ടാണ് എല്ലാരോടും വഴക്കിടാൻ നടക്കുന്നത്. അത് പിന്നെ തിങ്കളെ പോലെ ചിരിക്കുന്ന പൂക്കളെ തിന്മകൾ ചെയ്യരുതേ. കഷ്ടതയാൽ കരൾ നൊന്തു പോയാലും കള്ളം പറയരുതേ. തിങ്കളെ പോലെ ചിരിക്കുന്ന പൂക്കളെ തിന്മകൾ ചെയ്യരുതേ. കഷ്ടതയാൽ കരൾ നൊന്തു പോയാലും കള്ളം പറയരുതേ. തിന്മ
നാണക്കേടല്ലേ? വാ. അമ്മയുടെ അമ്മ എന്റെ ചേട്ടാ ഇതൊക്കെ മേടിച്ചു തരാത്ത? അമ്മയുടെ കയ്യിൽ കാശില്ലാഞ്ഞിട്ടല്ലേ? രാജു, രാജു, മോൻ ചെന്ന് ഇടങ്ങളിൽ ഗോതമ്പ് മേടിച്ചിട്ടുണ്ടോ? ശരിയമ്മ. ഇതാ പടക്കം, വാണം, കമ്പിത്തിരി എല്ലാം ഉണ്ട്. ഇതെല്ലാം കത്തിച്ചോ. ഇത് എവിടെ ചേട്ടാ? അതെല്ലാം കിട്ടി. ഇപ്പൊ നിനക്ക് സന്തോഷമായോ? അമ്മേ, അമ്മേ, ഇതാ ഗോതമ്പ്. അമ്മേ കണ്ടമ്മേ. ഇതൊക്കെ എവിടുന്നാടാ രാജു? അമ്മേ, ഒരു ഭയങ്കര തീപിടുത്തം. തീപിടുത്തം? അതെ അമ്മേ, ഞാൻ മാർക്കറ്റിലേക്ക് പോകുന്ന വഴിക്ക് ഒരു വീട് തീപിടിച്ചു. അതിനകത്ത് ഒരു കുഞ്ഞ്. എന്റെ കൃഷ്ണ, എന്നിട്ട് ഞാനൊരൊറ്റ ചാട്ടം വട്ടിയും തലയെ കമത്തിക്കൊണ്ട്. എങ്ങോട്ടാ? എങ്ങോട്ടാ ചേട്ടാ? കത്തുന്ന പുരയുടെ അകത്തേക്ക്. തീ പിടിച്ച വീടിനകത്തോ? അതെ അമ്മേ, കുഞ്ഞാണെങ്കിൽ ഒരേ നിലവിളി. പുരയാണെങ്കിൽ 4 വശത്തു നിന്നും കത്തുക. അകത്തേക്ക് കയറാൻ ആർക്കും ധൈര്യമില്ല. ഞാൻ അകത്തേക്ക് ചെന്നപ്പോഴുണ്ടല്ലോ അമ്മേ, ആ കുഞ്ഞ് ഏങ്ങി ഏങ്ങി കരയുന്നു. ഞാൻ അതിനെ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഒറ്റ ഓട്ടം. ആ കുഞ്ഞിന് വല്ലയിടത്തും ഒക്കെ പൊള്ളിയോ മോനെ? പൊള്ളാനോ? ഒന്ന് പോറിയത് പോലുമില്ല. ചേട്ടന് വല്ലയിടത്തും പൊള്ളിയോ? എവിടെ പൊള്ളാൻ? എന്റെ തലയിൽ വട്ടിയില്ലായിരുന്നു. ഭഗവാനെ, നീ എന്റെ കുഞ്ഞിനെ രക്ഷിച്ചു. എന്തുവാ, ഇതെല്ലാം കത്തിക്കാം. പ്രഷർ അല്പം കൂടുതലാണ്. യാതൊരു കാരണവശാലും ഇവർക്ക് ഷാക്കുണ്ടാകരുത്. അത് ആപത്താണ്. സൂക്ഷിക്കണം. ഞാനൊരു മരുന്നിനെ കുറിച്ച് തരാം. ഉടനെ വാങ്ങിപ്പിക്കണം. ഇതിനെന്ത് വില വരും ഡോക്ടർ സാർ? ഒരു 5 രൂപ കൊടുത്തേക്കണം. രാജു, ഇതാ, വേഗം പോയി ആ മരുന്ന് ഷാപ്പിൽ നിന്ന് ഈ മരുന്ന് വാങ്ങിക്കൊണ്ടു. സാർ, ദേ ഈ മരുന്ന് വേണം. ₹5.75. ബാക്കി 75 പൈസ. എന്റെ കയ്യിൽ 5 രൂപയേ ഉള്ളൂ. എങ്കിൽ പോയി ബാക്കി 75 പൈസ കൊണ്ടുവരൂ. എന്നിട്ട് വരുന്നുണ്ട് ഞാൻ. ഡോക്ടർ സാർ 5 രൂപയാണെന്നാണല്ലോ പറഞ്ഞത്. ഡാക്ടർക്ക് അത് പറയാം. പണം മുടക്കിയിരിക്കുന്നത് ഞാനാ. 75 പൈസ കൂടെ കൊണ്ടുവന്നിട്ട് മരുന്ന് കൊണ്ടുപോയാൽ മതി.
ഞാൻ ഈ മരുന്ന് കൊണ്ട് കൊടുത്തിട്ട് 75 പൈസ വാങ്ങിച്ചോണ്ട് വരാം സാർ. അത് നിന്റെ മനസ്സിരിക്കട്ടെ. മരുന്നോട് വായിക്കേ. സാർ, എന്റെ അമ്മയ്ക്ക് സുഖക്കേട് കൂടുതലാണ് സാർ. മരുന്ന് കൊണ്ട് ചെന്ന് കൊടുത്തിട്ട് പൈസ വാങ്ങിച്ചോണ്ട് വരാം സാർ. സാർ, കിടന്ന് വിളയാ പോണേ ഇറക്കാം. ഇനിയും ഞാൻ പോയിട്ട് വരുമ്പം ഒത്തിരി താമസിക്കും സാർ. അതുകൊണ്ടാണ് സാർ. സാർ, പറഞ്ഞാ മനസ്സിലാവില്ല അല്ലേ? പോടാ. എന്റെ അമ്മയ്ക്ക് സുഖക്കേട് കൂടുതലാണ് സാർ. ഈ മരുന്ന് കൊണ്ട് സാർ. സാർ, രാജുവിനെ ഇതുവരെ കണ്ടില്ലല്ലോ. ഇനി ഒരു പക്ഷേ മരുന്ന് അവിടെ ഇല്ലെന്ന് വരുമോ? മരുന്നില്ലാതെ വരാൻ കാര്യമില്ല. ഏതായാലും മരുന്ന് കൊണ്ടുവന്നാലുടൻ എന്നെ അറിയിച്ചാൽ മതി. ഞാൻ വരാം. ശരി. രാജു, രാജു, അവൻ ഉടനെ വരും. ഒരു മരുന്ന് വാങ്ങാൻ പോയിരിക്കുക. എന്താ കക്കൂസ് പോണം. വൃത്തികെട്ടാണ്. കക്കൂസിൽ പോകാനല്ല കക്കാൻ ഇറങ്ങിയത്. ഇവനെ ഒന്ന് കൊണ്ടുപോയിട്ട് വരും. ഓ, അല്ല, കുട്ടമ്പിള്ള രാവിലെ ഇവിടെ തന്നെ താമസം. ഇത് രാവിലെ തുടങ്ങിയതാണല്ലേ പണി? ഒന്നും പറയണ്ട എന്റെ ഗോപാലപിള്ളേ, എനിക്കൊരു അബദ്ധം പറ്റി. ഇന്നലത്തെ അത്താഴ അല്പ പെശകിപ്പോയി. അന്നേരം മുതൽ തുടങ്ങിയ ഏർപ്പാടാ. ഇപ്പൊ ഒരു 100 പ്രാവശ്യമായെന്നാ തോന്നുന്നേ. എങ്കിൽ പിന്നെ ഒരു കേശൽ എടുക്കാമല്ലായിരുന്നു? കക്കൂച്ചി പോയാൽ കേട്ടിട്ട് പോകും. നല്ല കഥയായി. ഞാനൊന്ന് കരയും. നിക്കണം. അകത്താളുണ്ട്. പയ്യനോ ഇറങ്ങാ. അല്ല, അനക്കല്ലല്ലോ ഇതിനകത്ത്. ഞാൻ ഇത് നോക്കിയിട്ട് വരട്ടെ. ഒന്ന് വിളിക്കും. അയ്യോ, ചതിച്ചോ? അമ്മേ, മരുന്ന് കിട്ടിയില്ലേ രാജു? മരുന്നിന് രൂപ തികയില്ലായിരുന്നു. എങ്കിൽ പിന്നെ ഇത്ര താമസിച്ചതിന്? എവിടെ? രൂപയും കടലാസും തരും, ഞാൻ പോയി വാങ്ങിക്കോട്ടെ. രൂപ രൂപ എന്തുണ്ടായിരുന്നോ? ഒരു കടൽക്കാർ മോഷ്ടിച്ചതിന് അലക്ഷ്യതിരിക്കാണ്. മകളാണെങ്കിൽ ഈ കുട്ടിയെ കൂടി നിങ്ങളുടെ വീട്ടിൽ താമസിപ്പിച്ചുകൂടെ? എനിക്കതിന് മടിയുണ്ടായിട്ടല്ല. എനിക്ക് തന്നെ 7 മക്കളുണ്ട്. അതിനിടയിൽ ഈ കുട്ടിയെ കൂടി കൊണ്ടുവന്നിട്ടാൽ ഇത് കൂടുതൽ ദുഃഖിക്കേണ്ടി വരും. ഇവിടെ ആവുമ്പോ വിദ്യാഭ്യാസവും നടക്കുമല്ലോ. അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്താ കുട്ടിയുടെ പേര്? ഹിന്ദു. ഇന്ദു അനുസരണയോടുകൂടി ഇവിടെ നിൽക്കുമോ? നിൽക്കാം. നന്നായിട്ട് പഠിക്കണം കേട്ടോ. പഠിക്കാം. പഠിക്കാൻ മിടിക്കുകയാണ്. ഒരു പാവം കുട്ടിയാണെന്ന് തോന്നുന്നു. ശരി, ഇന്ദുവിനെ ഞാനിവിടെ ചേർത്ത് കൊള്ളാം. നിങ്ങൾ പൊയ്ക്കോളൂ. വളരെ നന്ദി. മോള് പഠിച്ചു മിടിക്കുകയാണ് കേട്ടോ.
രാജു ഇവിടെ നിന്നെ എന്ന് ജീവിതം ഇറക്കി വിട്ടു? ഇപ്പൊ വിട്ടതേ വരുന്ന വഴിയാ. അപ്പൊ ഇപ്പൊ കൊല്ലം 2-3 ആയല്ലോ. 2-3 മഹത്തായ 12ാമത്തെ വയസ്സിൽ ദുർഗുണ പരിഹാര പാഠശാലയിൽ കയറിയതാണ്. എന്നിട്ട് ഇന്നാണ് വെളിയിൽ വിട്ടത്? എത്രയോ പ്രാവശ്യം വിട്ടിരിക്കുന്നു. പക്ഷെ വീട്ടിലെത്തുന്നതിന് മുമ്പ് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും. എന്റെ കുറ്റം കൊണ്ടല്ലേ കേട്ടോ. പോലീസുകാരൻ പിടിച്ച് നേരെ കൊണ്ടുപോവുകയും ചെയ്യും. അപ്പൊ രാജു അവിടുത്തെ സ്ഥിരം പുള്ളിയാണ് അല്ലേ? അതുകൊണ്ട് ഒരു ഗുണം കിട്ടി. 10 വർഷം ജയിലിലെ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തു. കാർ ഓടിക്കാനും റിപ്പയർ ചെയ്യാനും നല്ലപോലെ പഠിച്ചു. കൊള്ളാം. അപ്പൊ ഈ ജോലി കിട്ടാനും ബുദ്ധിമുട്ടില്ല. വല്ല ജോലിയും ചെയ്ത് മാനവരിയായിട്ട് ജീവിക്കാന്നോ? ജോലിക്കാര്യമെല്ലാം പിന്നീട്. ഉടനെ പോയി അമ്മയും സഹോദരിയും ഒന്ന് കാണണം. എന്റെ 12ാമത്തെ വയസ്സിൽ കണ്ടതാണ്. ശരി, അപ്പൊ ഞാനിവിടെ അടുത്ത ആളെ കാണാൻ വേണ്ടി വന്നതാ. പിന്നെ കാണാം. ശരി, ഓക്കെ. എന്നെ മനസ്സിലായില്ലേ? എന്നെ സൂക്ഷിച്ചു നോക്കണം. ഞാൻ ഈ വീട്ടിലെ ഭവാനിയമ്മയുടെ മകൻ രാജുവാണ്. രാജു, എടാ രാജു, നീ ഇത്രയും നാളെ എവിടെയായിരുന്നടാ? എന്നെ ഇന്നലെയാണ് ജയിലിൽ നിന്ന് വിട്ടത്. എന്റെ അമ്മയും പെങ്ങളും എവിടെ? ഇവരാണ് ഇപ്പൊ ഈ വീട് വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്. അപ്പോ എന്റെ അമ്മ എന്തോ എവിടെ? നിന്റെ അമ്മ? അമ്മ നിന്നെ പോലീസുകാർ പിടിച്ചോണ്ട് പോയപ്പോഴേ പാവം അവളും പോയി. എന്റെ അമ്മ മരിച്ചോ? രാജു, നീ വിഷമിച്ചത് കൊണ്ടൊന്നും പ്രയോജനമില്ല. ഇന്ദു ഏതോ അനാഥാലയത്തിൽ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. നീ ചെന്നൊന്ന് അന്വേഷിക്കും. അവൻ ജയിലിൽ പോയവനാണെങ്കിലും ആള് നല്ലവനാണ്. 4214. നീയല്ലേ? അതെ, ജയിച്ചിരിക്കുന്നു. 4216. ഞാൻ ജയിച്ചു. ഫസ്റ്റ് തനിക്ക് എന്താ ജോലി? സാധാരണ പറഞ്ഞു നിങ്ങൾ മതിയോ? അത് കണ്ടോ? ഞാൻ ഒറ്റയെടുത്ത് ഇങ്ങോട്ട് കടത്തി വിടരുത്. ഔടികൾ എന്താ എന്ത് വേണം? ഞാൻ റൗഡിയൊന്നുമല്ല. ഓഫീസിൽ ചെന്നൊരു കാര്യം അന്വേഷിക്കാനാണ്. ഞാനൊരു കാര്യം അന്വേഷിച്ചിട്ട് ഉടനെ പോയിക്കോളാം. മരിക്കൊന്നും വേണ്ട. ഞാൻ പോയേക്കാം. എന്താ എന്തു? എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉള്ളത് കൊണ്ട് എന്നെ കോളേജിൽ ചേർക്കുമെന്ന് അവരൊക്കെ പറയുന്നു. ഇന്ദുവിനെ കോളേജിൽ ചേരണമെന്ന് ആഗ്രഹമുണ്ട്. ഉണ്ട്. ഇന്ദുവിനെ പഠിപ്പിക്കണമെന്ന് എനിക്കും ആഗ്രഹമില്ലാതില്ല. എന്ത് ചെയ്യാം? അതിനുള്ള ഫണ്ട് ഇവിടെ ഇല്ല. സങ്കടപ്പെട്ടിട്ടൊന്നും കാര്യമില്ല.
പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് പണമില്ല, പണമുള്ളവർക്ക് പഠിക്കാൻ ആഗ്രഹമില്ല. ഇതൊക്കെ സർവ്വസാധാരണമാണ് കുഞ്ഞെ. ഇന്ന് പൊയ്ക്കുള്ളൂ. കൊച്ചിളം കാറ്റേ കളമൊഴിക്കാറ്റേ കൊച്ചു പെങ്ങളെ കണ്ടോ, പിച്ചകപ്പൂവുകൾ നുള്ളി നടക്കൂ, കൊച്ചു കാൽപ്പാടുകൾ കണ്ടോ, മണ്ണിൽ കൊച്ചു കാൽപ്പാടുകൾ കണ്ടോ. കൊച്ചിളം കാറ്റേ കളമൊഴിക്കാറ്റേ കൊച്ചു പെങ്ങളെ കണ്ടോ, പിച്ചകപ്പൂകൾ നുള്ളി നടക്കുമ്പോ കൊച്ചു കാൽപ്പാടുകൾ കണ്ടോ, മണ്ണിൽ കൊച്ചു കാൽപ്പാടുകൾ കണ്ടോ. ചിത്രശലഭം പോലിരിക്കും അവൾ, ചിലങ്കക്കിലുങ്ങുമ്പോൾ ചിരിക്കും. ചിത്രശലഭം പോലിരിക്കും അവൾ, ചിലങ്കക്കിലുങ്ങുമ്പോൾ ചിരിക്കും. അഴകിന്റെ വസന്തം എന്നോമന, അണ്ണന്റെ സുഗതമാം കുഞ്ഞോമന. കൊച്ചിളം കാറ്റേ കളമൊഴിക്കാറ്റേ കൊച്ചു പെങ്ങളെ കണ്ടോ, പിച്ചകപ്പൂവുകൾ നുള്ളി നടക്കുമ്പോ കൊച്ചു കാൽപ്പാടുകൾ കണ്ടോ, മണ്ണിൽ കൊച്ചു കാൽപ്പാടുകൾ കണ്ടോ. കുട്ടി പോലെ അലയുകയാണവളെങ്ങോ. കൊച്ചിളം കാറ്റേ കളമൊഴിക്കാറ്റേ കൊച്ചു പെങ്ങളെ കണ്ടോ, പിച്ചകപ്പൂകൾ നുള്ളി നടക്കുമ്പോ കൊച്ചു കാൽപ്പാടുകൾ കണ്ടോ, മണ്ണിൽ കൊച്ചു കാൽപ്പാടുകൾ കണ്ടോ. മോളിവിടെ നിൽക്ക്, ഞാൻ ഇപ്പൊ വന്നേക്കാം.
ഇത് നമ്മുടെ കുഞ്ചനായരുടെ കുഞ്ഞല്ലേ? അതെ. ഈ കുഞ്ഞെങ്ങനെ ഇവിടെ വന്നു? ആ ഓടിപ്പോയ കള്ളൻ ഈ കുഞ്ഞിന്റെ മാല മോട്ടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ അവന് ഈ കുഞ്ഞിനെ തന്നെ കൊന്നുകളഞ്ഞനെ. ആരുടെ കുഞ്ഞെന്നാ പറഞ്ഞത്? കുഞ്ചനായരുടെ കുഞ്ഞ്. വീടറിയാം? അറിയാം അറിയാം. ഇതിനങ്ങോട്ട് പോ. പാപ്പാ. നീ അതെന്ന് കയ്യടക്കി. എന്റെ പൊന്നുമോളെ, നിന്റെ ഇളയനല്ലേ കാണാതെ പോയത്. അതോർത്ത് നിന്റെ അമ്മ കരഞ്ഞു കരഞ്ഞ് തറവറ്റി കിടപ്പാണ്. അപ്പോഴാണോ നീ ഇരുന്നോണ്ട് മാക്കുന്നിരുന്ന് പാടിയാലേ ആളുകൾ എന്ത് പറയും? ഓ, പറഞ്ഞതുപോലെ കുഞ്ഞിനെ കണ്ടില്ലേച്ചാ? ആ, കണ്ടു. നീ അതങ്ങട. എന്റെ ഭവാനി, നീ ദൈവത്തിനോട് മനസ്സിരുത്തി ഒന്ന് പ്രാർത്ഥിച്ചാൽ നമ്മുടെ കുഞ്ഞ് എവിടെയാണെങ്കിലും ദൈവം കൊണ്ട് തരും. ഭഗവാനെ, ശ്രീകൃഷ്ണ, ഗുരുവായൂരപ്പ, എന്റെ കുഞ്ഞിന് ഒരു ആപത്തും വരുത്തല്ലേ. എന്റെ കുഞ്ഞിനെ കണ്ടു കിട്ടുകയാണെങ്കിൽ ഒരു വെള്ളിവിളക്ക് ഈ നടക്കി വെച്ചേക്കാമേ ഭഗവാനെ. അമ്മേ, കുഞ്ഞിനെ കണ്ടിട്ടാണെങ്കിൽ സ്വർണം കൊണ്ടൊരു കുഞ്ഞിനെ പണിച്ചു കൊടുക്കാം. നേർന്നേരമ്മേ. എന്തെന്നാണ് ഈ ദൈവത്തിനിടയ്ക്ക് ഈ വേണ്ടാത്തതൊക്കെ പറഞ്ഞു കേൾപ്പിക്കുന്നു? ദൈവത്തിന് സ്വർണവും വെള്ളിയൊന്നും വലിയ ഇഷ്ടമല്ല. കർപ്പൂരം എന്ന് വെച്ചാൽ പ്രാണന. നീ ഒരു കൂടി കർപ്പൂരം മേടിച്ച് കത്തിച്ചേക്കാം അങ്ങ് നേരെ. എന്റെ ഗുരുവായൂരപ്പ, എന്റെ കുഞ്ഞിനെ കണ്ടു കിട്ടുകയാണെങ്കിൽ ഒരു കൂടി കർപ്പൂരം മേടിച്ച് ഞാൻ കത്തിച്ചേക്കാവേ. കുഞ്ഞുമാരെ, ആരാണ്? ഇതാ നിങ്ങളുടെ കുഞ്ഞ്. ഗുരുവായൂരപ്പ, എന്റെ പൊന്നുമോളെ എവിടായിരുന്നു? എന്തുമാത്രം വേദനിച്ചെന്നറിയാം. കണ്ടോ ഭവാനി, നേർച്ചയുടെ ശക്തി കണ്ടോ? ഒരു കൂട് കർപ്പൂരം കത്തിക്കാമെന്ന് പറഞ്ഞ ഉടനെ കുഞ്ഞിക്ക് വന്നില്ലേ? കർപ്പൂരം നേർന്നിട്ടൊന്നല്ല, ഞാൻ സ്വർണം കൊണ്ടൊരു കുഞ്ഞിനെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാ. അല്ല നീ പോകെ പറഞ്ഞു. പൊന്നും വെള്ളി ഒന്നും ദൈവത്തിന് ഇഷ്ടമല്ല. അപ്പോഴേ നിങ്ങളുടെ നേർച്ചയുടെ കാര്യമൊക്കെ അങ്ങ് നിൽക്കട്ടെ. ഈ മനുഷ്യൻ കാരണമാ നിങ്ങളുടെ കുട്ടിയെ കിട്ടിയത്. ഇയാളോട് നന്നെങ്കിലും പറഞ്ഞൂടെ കുഞ്ചാരെ? പറഞ്ഞതുപോലെ എന്റെ കുഞ്ഞിനെ നിങ്ങൾക്ക് എവിടുന്നാ കിട്ടിയത്? അവിടെ ഒരു കലങ്കിന്റെ അടിയിൽ കൊണ്ടുവച്ചൊരു കള്ളൻ എന്റെ ആഭരണങ്ങളൊക്കെ എടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ കണ്ടത്. കണ്ടോ ഭഗവാന്റെ ഒരു ശക്തിയെ. ഇതിന് പകരം നിങ്ങൾക്ക് ഞാൻ എന്തു തന്നാ മതിയാവും? ഒരു 100 രൂപ കൊടുത്തേരാട്ടാ. വിവരക്കേട് പറയാതെ മകളെ, ഇത്രയും വലിയ കടപ്പാട് രൂപയും കാശും കൊടുത്താൽ തീർക്കാൻ ഒക്കുമോ? ഈ സഹായം എന്റെ മരണം വരെ ഞാൻ മറക്കില്ല കേട്ടോ. ഏതായാലും ഇച്ചിരി കാപ്പിയെങ്കിലും കുടിച്ചിട്ട് പോയാൽ മതി. എനിക്കിപ്പോ കാപ്പിയൊന്നും വേണ്ട. ആണുങ്ങള് ഇതൊക്കെ കാശും കാപ്പിയും കൊടുത്ത് തീർക്കേണ്ട കടങ്ങളാണോ? അനിയന്റെ വീട് എവിടെയാ? എനിക്ക് അങ്ങനെ വീടൊന്നുമില്ല. അയ്യോ, വീടില്ലേ? അച്ഛനും അമ്മയുണ്ടോ? എനിക്ക് ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അതിരിക്കട്ടെ, ഈ നാട്ടിൽ വന്ന് എന്തിനാ? എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് അന്വേഷിച്ചിറങ്ങിയതാ. ആഹാ, അങ്ങനെയാണോ? എന്നാലേ ചെല്ലേ. എന്നിട്ട് ജോലി തരാമെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇല്ല, അങ്ങനെ ആരും പറഞ്ഞില്ല. അടുക്കള ജോലി മുതൽ എല്ലാ ജോലിയും എനിക്കറിയാം. ഓഹോ, അടുക്കള ജോലിയും അറിയാവോ? നീ എന്തിനാ ഇതൊക്കെ അന്വേഷിക്കുന്നത്? തന്റെ പേരെന്താ? രാജു. രാജുവിന്റെ പോക്കിന് പോ. ഈ നാട്ടിൽ വന്ന് എന്തിനാ? എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് അന്വേഷിച്ചിറങ്ങിയതാ. ആഹാ, അങ്ങനെയാണോ? എന്നാലേ ചെല്ലേ. എന്നിട്ട് ജോലി തരാമെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇല്ല, അങ്ങനെ ആരും പറഞ്ഞില്ല. അടുക്കള ജോലി മുതൽ എല്ലാ ജോലിയും എനിക്കറിയാം. ഓഹോ, അടുക്കള ജോലിയും അറിയാവോ? നീ എന്തിനാ ഇതൊക്കെ അന്വേഷിക്കുന്നത്? തന്റെ പേരെന്താ? രാജു. രാജുവിന്റെ പോക്കിന് പോ. നമുക്ക് അയാളെ ഇവിടെ ജോലിക്ക് നിർത്താം. ഭഗവാൻ, നിനക്ക് പ്രാന്തുണ്ടോ? വയ്യോ പോയി നിനക്ക് പിടിച്ച് വീട്ടിൽ നിർത്താൻ നോക്കൂ. അവൻ വല്ല കള്ളനോ കൊള്ളക്കാരനോ ആരറിഞ്ഞു? അയാളൊരു നല്ല ആളാണെന്നാ തോന്നുന്നത്. കള്ളനോ കൊള്ളക്കാരനോ ആയിരുന്നെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ രക്ഷിക്കുമായിരുന്നു. അഥവാ രക്ഷിച്ചാൽ തന്നെ നമ്മുടെ കുഞ്ഞിന്റെ പൊന്നിന്റെ അവിടുത്തോണ്ട് പോകാമായിരുന്നില്ലേ? അത് മാത്രം കാപ്പി കുടിക്കാൻ പറഞ്ഞിട്ട് പോലും വേണ്ടെന്നല്ലേ പറഞ്ഞത്? അതിന് അവന് കൊടുക്കത്തക്കാണ് ജോലി ഇവിടെ എന്തിരിക്കുന്നതേ? ഇവിടെ ഒരു ജോലിയുമില്ലേ? മറ്റൊന്നുമില്ലെങ്കിലും അടുക്കള ജോലിക്കെങ്കിലും ഒരു സഹായമാകുകയല്ലേ? അപ്പം അവന് ജോലി കൊടുക്കാൻ നീ സമ്മതിക്കല്ല ഇല്ലേ? നിങ്ങൾക്കും ഒരു സഹായമാകും, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആ ശരി,
ആ നീ ഒന്നും പറയണ്ട, എല്ലാം ഞാൻ പറഞ്ഞോളാം. തനിക്ക് ഇവിടെ ജോലിക്ക് നിൽക്കാവോ? നിൽക്കാം. നാളത്തേക്ക് പോരെ? നില്ല. നമ്മുടെ കുഞ്ഞിനെ രക്ഷിച്ച ഒരാളാണല്ലോ എന്ന് വിചാരിച്ചു സഹായം ചെയ്യാം. നല്ലതുപോലെ ജോലി ചെയ്യണം, അതിനനുസരിച്ചുള്ള ആഹാരം കഴിച്ചോണം. ശമ്പളം മാത്രം ചോദിക്കരുത്. ശമ്പളത്തിന്റെ കാര്യമൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നേ? അത് നേരത്തെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലത്. എന്താ, സമ്മതമാണോ? സമ്മതമാണ്. നല്ലതുപോലെ കേട്ടല്ലോ. ശമ്പളമില്ല. വേണ്ട. ആ എന്നാ ശരി, ബാ അകത്തേക്ക് ബാ. മോളെ, കുഞ്ഞായരെ, കുഞ്ഞായരെ, സോമം കുഞ്ഞോ? എനിക്കൊരു 50 രൂപ വേണം. അയ്യോ, 50 രൂപ പോയിട്ട് 50 കാശ് എടുക്കാൻ എന്റെ കയ്യിലില്ല. വെറുതെ കളിക്കാതെ രൂപ എടുക്കണമായിരുന്നു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, സോമം കുഞ്ഞ് എപ്പോഴും ഇവിടെ വന്ന് രൂപ ചോദിക്കുന്നല്ലോ, അത് ഏത് വകയിലാ? ഞാൻ താമസിച്ചിരുന്ന സ്ഥലം താൻ എഴുതി വാങ്ങിയില്ലേ? അല്ലേ, കൊണ്ടുവന്ന് തന്നു, ഞാൻ വാങ്ങിച്ചു. അല്ലാതെ എന്താ? താൻ എനിക്ക് എത്ര രൂപ തന്നു? ഞാൻ 500 രൂപ പറഞ്ഞു. കുഞ്ഞത് സമ്മതിക്കുകയും ചെയ്തു. പിന്നെ ഇങ്ങനെ പല പ്രാവശ്യമായിട്ട് 10-200 രൂപ എന്റെ നിന്ന് മേടിച്ചിട്ടുണ്ടോ? എടോ, 5000 രൂപ വില കിട്ടേണ്ട സ്ഥലത്ത് താൻ വെറും 500 രൂപ തന്നു. താൻ എന്നെ പറ്റിക്കല്ലായിരുന്നു. എന്ത് പറഞ്ഞാലും ശരി, ഇവിടെ രൂപ ഇരിപ്പില്ല. താൻ രൂപ തരില്ലല്ലേ? പിന്നെ പുറകോട്ട് പിടി. ഈ വരുമ്പോഴൊക്കെ ഇവനെടുത്ത് കാണിക്കുമ്പോ എന്റെ അടിവയ്ക്കുന്നൊരു കേറ്റമാ. പുറകോട്ട് പിടി. മര്യാദക്ക് പോയി രൂപ എടുത്തോണ്ട് പോകും. ഇല്ലെങ്കിൽ നിന്നെ കുത്തിക്കൊന്ന് പിടിച്ചിട്ട് ഞാൻ അകത്ത് കയറി രൂപ എടുത്തോണ്ട് പോകും. രൂപ ഇരിപ്പില്ല. അയ്യോ, അങ്ങനെ പറയാതെ, ചിലപ്പം ചെയ്തു പോവും. എനിക്ക് രൂപ എടുത്തോണ്ട് വരും. എനിക്ക് പോയിട്ട് വേറെ കാര്യമുണ്ട്. ഇതൊരു കൊല്ലാക്കൊല്ലയാണ് കേട്ടോ സോമൻ കുഞ്ഞെ. എനിക്ക് രൂപ എടുത്തോണ്ട് വരാം. അയ്യോ കുഞ്ഞെ, അവനെ താക്കല്ലേ, ഞാൻ രൂപ എടുത്തോണ്ട് വരാം. എന്നാൽ വേഗമാണ്. ഓ, ഈശ്വരനെ വിചാരിച്ച് മേലാൽ എന്നെ വന്ന് ഉപദ്രവിക്കരുത്. ആ കിടപ്പുള്ളത് ഇതാണ്, ഇതങ്ങ് തന്നേക്കാം. 5 രൂപ 50 രൂപ ചോദിച്ചപ്പോൾ 5 രൂപ അല്ലേ? എന്റെ സോമൻ കുഞ്ഞിനാണ് 5 കാശ് പോലും ഇവിടെ കിടപ്പില്ല. പിന്നെ വന്ന് ചോദിച്ചുകൊണ്ട് എന്തെങ്കിലും തരണ്ടേ? താൻ മര്യാദക്ക് 45 രൂപ കൂടി ബാക്കി എടുത്തോണ്ട് വന്ന് തരുന്നു ഇല്ലയോ? അനാവശ്യം പറയുന്നു. കുത്തിയാൽ ഉടനെ എടുത്തുകളെ. നീയാണ് കള്ളൻ. എന്റെ പൊന്നു രാജു, നീ ആപത്തൊന്നും ഉണ്ടാക്കാതെ നീ അകത്തേക്ക് പോ. എന്റെ സോമൻ കുഞ്ഞ്, അവന്റെ അറിവില്ലാതുകൊണ്ട് ഏതാണ്ട് പറഞ്ഞു പോയത്. കുഞ്ഞ് ക്ഷമിക്ക്. നിന്നെ എടുത്തോളാം രാജു, ഞാൻ കണ്ടതാണ് സാർ. അവനാണ് സാർ കുഞ്ഞിനെ മോട്ടിച്ചിട്ട് വളർത്തിയാൻ പാടില്ല സാർ. അവൻ തിരിച്ചു വരും, കുത്തും, നേരത്തെ കുത്തും. നീ അകത്തേക്ക് പോ. ഞാൻ കണ്ടതാണ് സാർ. നീ പോകത്തേക്ക് സമാധാനം ഉണ്ടാക്കാം. എന്റെ നാരായണോ, പരിപ്പ് ഉഴുന്ന എണ്ണയും വാങ്ങിച്ചെന്നെ ബാക്കി പച്ചക്കറി വാങ്ങിച്ചാൽ മതി. വേഗം വരണേ. ഒരു സൈക്കിൾ വാടകയ്ക്ക് എടുത്തു. ഉടനെ വന്നേക്കാം. പച്ചക്കറി വാടാത്ത നോക്കി വാങ്ങിക്കണേ. പറഞ്ഞ കേട്ടില്ല. നിങ്ങൾ എപ്പോഴും വന്നിങ്ങനെ ഓരോ സാധനം വാങ്ങുന്നതല്ല, കാശ് തരണമെന്ന് വല്ല വിചാരം ഉണ്ടാ? കാശൊക്കെ കിട്ടുമ്പോ തരും. എടുക്കടാ. മുളക് എങ്ങനെയാ? അങ്ങനെ തന്നെയാ. അല്ല, വില എങ്ങനെയാണെന്നാ ചോദിച്ചത്. പഴയ വില തന്നെയാ. അപ്പോ ഇത് കൊടുക്കാനുള്ളതല്ലെന്ന് തോന്നുന്നു. താൻ തന്റെ കാര്യം നോക്കി പോടോ. അപ്പഴേ ഒരു വെണ്ടയ്ക്കിങ് ഇതാ, നോക്കട്ടെ. വേണ്ട വേണ്ട, നോക്കി തന്നെയാ വാങ്ങിയത്. അങ്ങനെ അങ്ങ് പോയാൽ ഇങ്ങനെ അങ്ങോട്ട് പോയാൽ എനിക്ക് പോകാനിടത്തേക്ക് ഞാൻ പോകും. മുമ്പിൽ നിന്ന് മാറി നിൽക്കട്ടോ. എങ്കിൽ എന്നെ തള്ളി മാറ്റിയിട്ട് പോയിക്കോ. വെള്ളത്തിൽ കാണിക്കാൻ വേറെ ആളെ നോക്കണം. വഴിന്ന് മാറടോ.
ചുമ്മാ കളയടി കള്ളി, ഒരു വെണ്ടയ്ക്കും ആവട്ടെ. ചുമ്മാ എരിയടി കാന്താരി. വേറെ മെഡിക്കൽ റൗഡി സോമന്റെ ജീവിതത്തിൽ ഇതാദ്യമായിട്ടാണ്. ഏതായാലും റൗഡി സോമന്റെ ശല്യം ഇന്നോടെ തീർന്നു. ചക്കാത്തിന് തോളാകൊടുത്തും തീർന്നു. രക്തം? എന്റെ വീട് വരെ ഒന്ന് വന്നാൽ ഞാൻ മരുന്ന് വെച്ചു തരാം. ഹേയ്, അതൊന്നും വേണ്ട. കാർത്തിയല്ലേ? എന്നെ മനസ്സിലായോ? രാജേട്ടനല്ലേ? അതെ, രാജു തന്നെ. കാർത്തി എവിടെ താമസിക്കുന്നത്? ഇവിടെ അടുത്താണ്. വരൂ, നമുക്ക് വീട്ടിലേക്ക് പോകാം. ഞാൻ വിളിച്ചില്ലെങ്കിലും വരും. ഒരു പോ. ആ, അവൻ വരും മോളെ. അവൻ നല്ലവനാ, നല്ല തറവാട്ടുകാരനാ. നമ്മുടെ ആശകളെല്ലാം കരുതി ചാമ്പലാകുകയാണ്. ഇല്ല മോളെ, എന്താ നീർന്നുണ്ടോ? ഏയ്, സുഖം. ഇവിടെ വെച്ചെങ്കിലും ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ മോനെ, അത് തന്നെ വലിയ ഭാഗ്യം. മതി മതി മതി. സോമന്റെ ഇടിയേക്കാളും ഭയങ്കരമാണല്ലോ ഇവിടുത്തെ മരുന്ന് വയ്പ്. രാജേട്ട് ഇരിക്കെ, ഞാൻ ഉടനെ കാപ്പി ഉണ്ടാക്കൊണ്ട് വരാം. ആ കാപ്പി ഊണൊക്കെ കഴിക്കാൻ ഞാൻ ഇനിയൊരു ദിവസം വരാം. നിങ്ങളെങ്ങനെ ഈ നാട്ടിലെത്തി? ഇതല്ലേ അച്ഛന്റെ നാട്. അമ്മ മരിച്ചതിന് ശേഷം ഞാൻ അച്ഛനും കൂടെ ഇങ്ങോട്ട് പോന്നു. ഇവിടെ വന്ന് ഞാൻ ഇങ്ങനെ കട്ടില്ലുമായി. അച്ഛൻ ഈ കിടപ്പ് തുടങ്ങിയിട്ട് കൊല്ലം 3-നാലായി. വാതരോഗമാണ്. എന്റെ ചെലവും ചികിത്സയും വീട്ടുകാര്യങ്ങളും ഒക്കെ എവിടെ ഈ പച്ചക്കറി വിറ്റ് വേണം നടത്തും. അതിനിടയ്ക്കാ സോമന്റെ ഉപദ്രവം. ഉണ്ടായിരുന്നെല്ലാം മുടിച്ചിട്ട് അവനിപ്പോ ചട്ടമ്പയായിട്ട് നടക്കുകയാണ്. നാട്ടുകാർക്കെല്ലാം അവന് വലിയ പേടിയാണ്. അവനെ കൊണ്ട് ഇനി ഒരു ഉപദ്രവം ഉണ്ടാവില്ല. ഞാനിവിടെ ഉള്ളിടത്തോളം കാലം അവന്റെ കാര്യം ഞാൻ ഏറ്റു. എന്നെ ഇപ്പൊ അന്വേഷിക്കുന്നുണ്ടാവും. ഞാൻ പോയിട്ട് ഇനി ഒരു ദിവസം വരാം. ശരി.
ഞാൻ അന്നേ പറഞ്ഞ വഴിയെ പോകുന്നതിനൊന്നും പിടിച്ച് വീട്ടിൽ നിർത്തരുതെന്ന്. ഇപ്പൊ അവൻ ജൂവായും കൊണ്ട് പോയോ? പിന്നെ അവനെ എന്താ നീർന്നുണ്ടോ? ഏയ് സുഖം. ഇവിടെ വെച്ചെങ്കിലും ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ മോനെ, അത് തന്നെ വലിയ ഭാഗ്യം. മതി മതി മതി. സോമന്റെ ഇടിയേക്കാളും ഭയങ്കരമാണല്ലോ ഇവിടുത്തെ മരുന്നുവയ്പ്. രാജയ്ക്ക് ഇരിക്കെ ഞാൻ ഉടനെ കാപ്പി ഉണ്ടാക്കേണ്ടി വരാം. ആ കാപ്പി ഊണൊക്കെ കഴിക്കാൻ ഞാൻ ഇനി ഒരു ദിവസം വരാം. നിങ്ങളെങ്ങനെ ഈ നാട്ടിലെത്തി? ഇതല്ലേ അച്ഛന്റെ നാട്. അമ്മ മരിച്ചതിന് ശേഷം ഞാൻ അച്ഛനും കൂടെ ഇങ്ങോട്ട് പോന്നു. ഇവിടെ വന്ന് ഞാൻ ഇങ്ങനെ കട്ടില്ലോ. അച്ഛനെ കിടപ്പ് തുടങ്ങിയിട്ട് കൊല്ലം 3-4 വാതരോഗമാണ്. എന്റെ ചെലവും ചികിത്സയും വീട്ടുകാര്യങ്ങളും ഒക്കെ എവിടെ ഈ പച്ചക്കറി വിറ്റ് വേണം നടത്തും. അതിനിടയ്ക്കാ സോമന്റെ ഉപദ്രവം. ഉണ്ടായിരുന്നെല്ലാം മുടിച്ചിട്ട് അവനിപ്പോ ചട്ടമ്പിയായിട്ട് നടക്കുകയാണ്. നാട്ടുകാർക്കെല്ലാം അവന് വലിയ പേടിയാണ്. അവനെ കൊണ്ട് ഇനി ഒരു ഉപദ്രവം ഉണ്ടാവില്ല. ഞാനിവിടെ ഉള്ളിടത്തോളം കാലം അവന്റെ കാര്യം ഞാൻ ഏറ്റു. എന്നെ ഇപ്പൊ അന്വേഷിക്കുന്നുണ്ടാവും. ഞാൻ പോയിട്ട് ഇനി ഒരു ദിവസം വരാം. ഞാൻ അന്നേ പറഞ്ഞ വഴിയെ പോകുന്നതിനൊന്നും പിടിച്ച് വീട്ടിൽ നിർത്തരുതെന്ന്. ഇപ്പൊ അവൻ ജൂവായും കൊണ്ട് പോയോ? പിന്നെ അവനെങ്ങും പോയിട്ടില്ല. അവനിങ്ങി വരും. ആ വരുമെന്നും പറഞ്ഞ നീ ഇവിടെ കുത്തിയിരുന്നു. പണിക്കരിയേട്ടനല്ലേ? രാജുവല്ലേ? അതെ. നീ ജയിലിൽ നിന്ന് എന്ന് വന്നു? വന്നിട്ട് കുറച്ചു ദിവസമായി. പണിക്കരിയേട്ടൻ എവിടെ? ഞാനിവിടെ അടുത്ത് എന്റെ ഒരു പരിചയക്കാരനെ കാണാൻ വന്നതാണ്. നീ ആള് വല്ലാതെ അങ്ങ് മാറിപ്പോയല്ലോ. കണ്ടിട്ട് മനസ്സിലായില്ലല്ലേ? കണ്ടുടനെ സംശയം തോന്നി കേട്ടോ. നീ നിന്റെ പഴയ സ്വഭാവമൊക്കെ മാറ്റിയോ? അതൊക്കെ എന്നെ മാറ്റി. ഞാനിവിടെ ഒരു വീട്ടിൽ വിലക്കിക്കുകയാണ്. ആഹാ, നീ വന്നിട്ട് ഇന്ദുവിനെ കണ്ടോ? ഇല്ല, ഞാൻ പല സ്ഥലത്തും അന്വേഷിച്ചു. അവൾ ആ രാജേശ്വരി അനാഥ മന്ദിരത്തിലുണ്ടല്ലോ. അവളെ ഇവിടെ കൊണ്ടാക്കിയത് ഞാൻ തന്നെ. രാജേശ്വരി അനാഥ മന്ദിരത്തിൽ? അതെ, ഞാനവിടെ പോയിരുന്നു. പക്ഷെ വാച്ചറിനകത്ത് കടത്തി വിട്ടില്ല. അവിടെ ഇത്തിരി നല്ല വേഷത്തിലും കുറെ അന്തസ്സിലും ഒക്കെ ചെന്നെങ്കിലേ അവരകത്ത് കടത്തി വിടുകയുള്ളൂ. അപ്പോ വേഷത്തിലാണ് കാര്യം. 2 മണിക്കൂറിനും തിരിച്ചു വരണം. ഇതൊന്നും കൊടുക്കാനുള്ളതാണ്. 2 മണിക്കൂറൊന്നും വേണ്ട, ഞാൻ അരമണിക്കൂറിനാ വന്നേക്കാം. നമസ്കാരം. എന്തുവാ? എനിക്ക് ഇവിടുത്തെ മേറ്റനെ ഒന്ന് കാണണം. ഹലോ, ഗുഡ് മോർണിംഗ്. ഇരിക്കണം. താങ്ക് യു. എന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അതെ, അതാ ഞാൻ അങ്ങനെ. എന്റെ പേര് രാജു, DKW. W, ഫോറിൻ ഡിഗ്രിയാണ്. അത് ശരി. സാറിന് ഇതിനു മുൻപ് ഞാൻ കണ്ടിട്ടേ ഇല്ലെന്ന് തോന്നുന്നു. കണ്ടിരിക്കാനിടയില്ല. ഞാൻ ചെറുപ്പകാലത്തെ നാട് വിട്ടതാണ്. ഇറ്റലി, അമേരിക്ക, ഫ്രാൻസ്, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിലായിരുന്നു. ഇന്ന് രാവിലെ വന്നതേയുള്ളൂ. എന്റെ ഒരു സഹോദരി ഇവിടെ ഉണ്ടെന്നറിഞ്ഞു. സാറിന്റെ സഹോദരിയോ? ഇവിടെയോ? അതെ, ഞാൻ സ്ഥലം വിട്ടതിന് ശേഷം എന്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി. അവളെ നോക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ട് ആരോ ഇവിടെ കൊണ്ടാക്കി എന്നാണ് ഞാൻ കേട്ടത്. എന്താ സഹോദരിയുടെ പേര്? ഇന്ദു. ഇന്ദുവോ? ഇന്ദു സാറിന്റെ സഹോദരിയാണോ? അതെ. അവൾ ഇവിടെ ഉണ്ടോ? ഉണ്ടല്ലോ. വേലിപ്പിള്ളേ, ഇന്ദുവിനെ വരാൻ പറയൂ. ഏതായാലും സാറിന്റെ സഹോദരി ഇവിടെ നിർത്തി രക്ഷിക്കാൻ കഴിഞ്ഞ ഞാൻ ഭാഗ്യവതിയാണ്. അവൾ ഇപ്പോൾ എന്നെ കണ്ടാൽ അറിയുമോ എന്തോ? ഇന്ദു വളരെ വലുതായി പോയി. പഠിക്കാനും മിടിക്കാണ്. ഇന്ദുവിന് മനസ്സിലായില്ലേ? ഇന്ദുവിന്റെ ചേട്ടനാണ്. ഇന്ദു, ഇത് ഞാനാണ്, നിന്റെ ചേട്ടൻ രാജു. ഇന്ദു, നിന്നെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല. ചേട്ടൻ ഇതുവരെ എവിടെയായിരുന്നു? ഇങ്ങനെ ചോദിച്ചാൽ വിഷമിച്ചു പോകും. പല രാജ്യങ്ങളിൽ കഴിയുന്ന ഒരു മനുഷ്യനെ പ്രത്യേകിച്ചൊരു സ്ഥലം പറയാൻ ഒക്കുമോ? എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം സാധിച്ചു. എന്റെ അനിയത്തിയെ കാണാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല.
ഇവളെ ഇത്രയും കാലം കാത്തുരക്ഷിച്ച് നിങ്ങളോട് നന്ദി പറയാൻ എനിക്ക് വാക്കുകളില്ല. ഇന്ദുവിന്റെ സഹോദരൻ വന്നതിൽ ഇന്ദുവിനെ പോലെ തന്നെ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇന്ദുവിനെ കൊണ്ടുപോകുന്നു എന്ന് ഓർക്കുമ്പോൾ ഇല്ലില്ല, ഇന്ദുവിനെ ഞാൻ ഉടനെ കൊണ്ടുപോകുന്നില്ല. അക്കാര്യം ഒത്ത് വിഷമിക്കില്ല. എന്നെ കൊണ്ടുപോകുന്നില്ലേ ചേട്ടാ? എനിക്ക് ബിസിനസ് കാര്യമായിട്ട് ഒരു ടൂർ കൂടി പോകേണ്ടിയിരിക്കുന്നു. ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ഒക്കെ നിന്നെ കൊണ്ടുപോകാൻ കഴിയുമോ? അതുകൊണ്ട് ചേട്ടൻ മടങ്ങി വന്നിട്ട് താമസത്തിനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ടാക്കി നിന്നെ കൊണ്ടുപോകാം. അതുവരെ ഇവിടെ തന്നെ താമസിക്കുന്നു. കുറച്ചു നാളുകൂടി ഇന്ത്യ ഇവിടെ താമസിക്കുന്നത് അസൗകര്യമൊന്നും ആവില്ലല്ലോ? അസൗകര്യമോ? എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഒരു സഹായം ചെയ്താൽ തരക്കേടില്ല. ഇവിടെ ഫണ്ടില്ലാത്തത് കൊണ്ടാണ്. ഇന്ദു ഈ പ്രാവശ്യം ഫസ്റ്റ് ക്ലാസ്സിലാണ് പാസ്സായിരിക്കുന്നത്. തുടർന്ന് കോളേജിൽ ചേർന്ന് പഠിക്കണമെന്ന് ഇന്ദുവിനും പഠിപ്പിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി ഓർക്കുമ്പോൾ ഏയ്, അതിലൊന്നും അശേഷം വിഷമിക്കണ്ട. ഇന്ദുവിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചു കൊള്ളാം. കോളേജ് ചേർക്കാൻ ഉടനെ എത്ര രൂപയാണ് വേണ്ടത്? ഉടനെയുള്ള ആവശ്യത്തിന് ഒരു 300 രൂപ കിട്ടിയാൽ മതി. ഇത്രയേ ഉള്ളൂ. ഉടനെ അയച്ചേക്കാം. അല്ലെങ്കിൽ ഞാൻ തന്നെ കൊണ്ടുവരാം. ഇപ്പൊ രൂപ എടുത്തിട്ടില്ല. ഞാൻ പുറത്തു പോകുമ്പോ അധികം രൂപ എടുക്കാറില്ല. അയ്യോ, സൂക്ഷിക്കണം. ആരാണ് കള്ളനെന്ന് എങ്ങനെ അറിയും? കറക്റ്റ് കറക്റ്റ്. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. വലിയ ജോലി തിരക്കാണ്. എന്നാലും ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കണ്ടോളാം. ഈ രൂപ 300 എന്നാണ് വേണ്ടത്? നാളെ കിട്ടിയാൽ അത്രയും നന്ന്. ഏതായാലും വരുന്ന 10-ാം തീയതി കഴിയരുത്. 10-ാം തീയതിയാണ് അവസാന ദിവസം. അത് ശരി. ഞാൻ രൂപ ഉടനെ എത്തിച്ചേക്കാം. ചേട്ടൻ പോയിട്ട് വരട്ടെ ഇന്ദു. നല്ല മിടുക്കിയായിട്ട് പഠിക്കണം. നിനക്ക് എത്രത്തോളം പഠിക്കാൻ ആഗ്രഹമുണ്ടോ അത്രത്തോളം ഈ ചേട്ടൻ പഠിപ്പിക്കും. ഞാൻ നിൽക്കട്ടെ. ചേട്ടാ ചേട്ടാ, പറയൂ. എനിക്ക് ഒരു സാരിയും സാരി, ഒരു നെക്ലസും. ശരി ശരി. ഞാൻ നിൽക്കട്ടെ. നാളെ കിട്ടിയാൽ അത്രയും നന്ന്. ഏതായാലും വരുന്ന 10-ാം തീയതി കഴിയരുത്. പത്താം തീയതിയാണ് അവസാന ദിവസം. ഒരു സൂക്ഷക്കാരത്തി. ഇവളൊക്കെ എന്ത് ചെയ്താലൊക്കും.
മോഷണം പോയത് എന്തൊക്കെയെന്നോ നിങ്ങൾക്ക് നിശ്ചയമുണ്ടോ? ഉണ്ട്. 900 രൂപയും 3 പവന്റെ ഒരു നെക്ലസും പിന്നെ ഒരു സാരിയും. അതെ, പുത്തൻ സാരി. മറ്റൊന്നും പോയിട്ടില്ല? ഇല്ല, വേറെയുള്ള എല്ലാ അലമാരിയിലുണ്ട്. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഞങ്ങൾ ആരെ സംശയിക്കാനായ മാന്നെ? ഈ സാരിയും നെക്ലസും ഇന്ദുവിന് നന്നായി ചേരും. ഇതാ രൂപ. അപ്പൊ എന്തുവേ നാളെ തന്നെ കോളേജ് ചേർക്കുമല്ലോ? നാളെ എന്തിനാ, ഇന്ന് തന്നെ ആകാമല്ലോ. ഈ രൂപ ഇങ്ങോട്ട് കിട്ടേണ്ട താമസമേ ഉണ്ടായിരുന്നു. അടുത്ത മാസം മുതൽക്കുള്ള ഫീസ് ഞാൻ ഇങ്ങോട്ട് അയച്ചു തരാം. എപ്പോഴും ഇങ്ങനെ വരാൻ കഴിഞ്ഞു എന്ന് വരില്ല. സൗകര്യമുണ്ടെങ്കിൽ വരിക. ഇന്ദുവിനും അതൊരു സന്തോഷമല്ലേ. അതൊക്കെ വേണ്ട പോലെ ചെയ്യാം. ഞാൻ നിൽക്കട്ടെ. വാർഷികത്തിന്റെ കാര്യം? അയ്യോ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. വരുന്ന 20-ാം തീയതി ഈ അനാഥ മന്ദിരത്തിന്റെ വാർഷികമാണ്. അന്നത്തെ കലാപരിപാടികളുടെ കൂട്ടത്തിൽ ഇന്ദുവിന്റെ പാട്ടും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് എവിടെ പോയാലും കൊള്ളാം, 20-ാം തീയതി ഇവിടെ ഉണ്ടായിരിക്കണം. ഓഹോ, ഇന്ദു പാടുമോ? ഒന്ന് കേട്ടു നോക്കൂ, ഒന്നാന്തരം പാട്ടാണ്. എന്നാലാണെന്ന് അറിയണമല്ലോ. അന്ന് മറ്റെന്തെല്ലാം പരിപാടികൾ ഉണ്ടെങ്കിലും ഞാനിവിടെ ഉണ്ടായിരുന്നു. ഞാൻ നിൽക്കട്ടെ. ഇന്ദു, നീ ഭാഗ്യമുള്ളവളാണ്. ഞാൻ റെഡി ഭവാനി. എത്ര നേരമായി ഊണ് കഴിക്കുന്നു? അതെ, നല്ല ഊട്ടാനായിരുന്നു. അതെ, കഴിച്ചാലേ രാത്രി ഉറക്കം നിൽക്കാൻ പാടില്ല. ഇന്നിന് എങ്ങും പോണ്ട. വലിയ വിഷമം, ഭയങ്കര വിഷമം. വിഷം പോന്ന വഴിക്ക് വിഷമിക്കണ്ട. അവിടെ കയറി സ്വല്പം മരുന്ന് കേട്ടാ. നിങ്ങൾ വന്നേ. ശകനം മുടക്കി ദുസ്സഹനം. നീ എന്തിനാണോ തുമ്മിയത്? ഞാൻ തുമ്മിയത് നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. ഞാൻ വരണോ ഭവാനി? ഡാൻസ് തുടങ്ങാറായി. വന്നേ. പിന്നെ വീടെല്ലാം ഭദ്രമായിട്ട് നോക്കിക്കോണം. കുഞ്ഞു ഉറങ്ങിക്കിടക്കുന്നു കേട്ടോ. അന്ന് എളുപ്പം വന്നു. നമസ്കാരം. വരണം വരണം, ഇരിക്കണം. പാട്ടുകൾ പാടി വരും നീ പെണ്ണാളേ, എന്റെ പെണ്ണാളേ. ഓണപ്പാട്ടുകൾ പാടി വരും നീ പെണ്ണാളേ, എന്റെ പെണ്ണാളേ. കിട്ടിയ പെണ്ണിന്റെ മോഹം, മുത്തം കിട്ടിയ പെണ്ണിന്റെ മോഹം, വേർപ്പു തിന്ന വയലിന്റെ മോഹം, വേർപ്പു തിന്ന വയലിന്റെ മോഹം. കയ്യാളി
വേമ്പനാട്ട് കായലിലെ തിരമാലകളെ വെക്കം വെക്കം ചീനമലയില് മുത്തുകൾ മാറിത്തായോ മുത്തുകൾ വാരിത്തായോ വേമ്പനാട്ട് കായലിലെ വെള്ളിമണി തിരമാലകളെ വെക്കം വെക്കം ചീനമലയില് മുത്തുകൾ മാറിത്തായോ മുത്തുകൾ വാരിത്തായോ പരലും വേണം കരിമീൻ വേണം കണ്ണാടിപ്പൂമീൻ വേണം പരലും വേണം കരിമീൻ വേണം കണ്ണാടിപ്പൂമീൻ വേണം കാറ്റുവാക്കിനൊഴുകി വരാമോ മുത്തേ മീൻ മുത്തേ പോലീസ് സ്റ്റേഷനല്ലേ? ഇൻസ്പെക്ടർ, രാജേശ്വരി അനാഥമന്ദിരത്തിൽ നിന്ന് കുഞ്ചുനായരാണ് സംസാരിക്കുന്നത്. എന്റെ വീട്ടിൽ നിന്ന് കളവ് പോയ സാരിയും നെക്ലേസും ഒക്കെ ഇവിടെ ഒരു സ്ത്രീയുടെ കൈവശമുണ്ട്. ഉടനെ വരണം. ഞാൻ മെയിൻ ഗേറ്റിൽ കാത്തിരിക്കും. ഇതാ വരുന്നു. 313. പരിപാടിയെല്ലാം ഞാൻ കണ്ടു. എനിക്ക് ദാഹിക്കുന്നു, കുറച്ച് വെള്ളം എന്ത് വേണമോ? വേണോ? എന്ത് വെള്ളമായാലും മതി. കൊണ്ടുവരാം. ഹലോ ഹലോ ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? പോലീസ് സ്റ്റേഷൻ തന്നെ. ഇത് രാജേശ്വരി അനാഥമന്ദിരത്തിൽ നിന്നാണ്. ഒരു ചെറിയ സംശയത്തിന്റെ പേരിൽ പോലീസ് ഇൻസ്പെക്ടർ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിരുന്നു. അത് വെറും സംശയം മാത്രമായിരുന്നു. ഇപ്പൊ ഇങ്ങോട്ട് വരണ്ടാന്ന് പറയണം. അദ്ദേഹം പോയി കഴിഞ്ഞു. പുറപ്പെട്ടു കഴിഞ്ഞു. കുണുങ്ങി വരും കുറത്തി നിന്റെ കുടയിലെന്തുണ്ട് കുറത്തി കുണുങ്ങി വരും കുറത്തി നിന്റെ കുടയിലെന്തുണ്ട് കുറത്തി നാഞ്ചനാടൻ പുത്തരിയുണ്ട് വേളിമല ചന്ദനമുണ്ട് നാഞ്ചനാടൻ പുത്തരിയുണ്ട് വേളിമല ചന്ദനമുണ്ട് കുണുങ്ങി വരും കുറത്തി നിന്റെ കുടയിലെന്തുണ്ട് കുറത്തി പൂക്കുല പോലുള്ള കുറത്തി പുത്തരി വെച്ചു തരാമോ പൂക്കുല പോലുള്ള കുറത്തി പുത്തരി വെച്ചു തരാമോ കൊട്ടിലു വെച്ചു തരാമോ ആഹാ ഓഹോ പുത്തൻ മുണ്ട് തരാമോ ആഹാ ഓഹോ കൊട്ടിലു വെച്ചു തരാമോ പുത്തൻ മുണ്ട് തരാമോ കുണുങ്ങി വരും കുറത്തി നിന്റെ കുടയിലെന്തുണ്ട് കുറത്തി നാഞ്ചനാടൻ പുത്തരിയുണ്ട് വേളിമല ചന്ദനമുണ്ട് കുണുങ്ങി വരും കുറത്തി നിന്റെ കുടയിലെന്തുണ്ട് കുറത്തി താനി തണ്ടാനി തണ്ടാന താനി താനി തണ്ടാനി തണ്ടാന താനി തണ്ടാനി തണ്ടാന താനി താനി തണ്ടാനി തണ്ടാന സാരിയും നെക്ലസും ഇത് തന്നെയാണെന്ന് നിങ്ങൾക്ക് നല്ല നിശ്ചയമുണ്ട്? നിശ്ചയമുണ്ട്. ഞാൻ ആ പണം എണ്ണി കൊടുത്ത് മേടിച്ചത്. അല്ല, ഇനി സാറിന് വല്ല സംശയം ഉണ്ടെങ്കിൽ ആ പഴക്കത്തിന്റെ അടിയിലൊന്ന് നോക്കിയാട്ടെ. എന്റെ മകളുടെ പേരുണ്ട് തിലോത്തമ. ശരിയാ, തിലോത്തമ എന്ന പേരുണ്ട്. ഇതിൽ കൂടുതൽ തെളിവ് വേണോ സാർ? പഠിച്ചിരിക്കും കളി എന്റെ മാലി സാരിയൊക്കെ. അമ്മേ കേട്ടോ അമ്മേ, നിങ്ങൾ എന്തെല്ലാം തെളിവുകൾ പറഞ്ഞാലും എനിക്കത് വിശ്വസിക്കാൻ ഒക്കുന്നില്ല. ഈ സാരിയും നെക്ലസും ഈ പെൺകുട്ടിയുടെ സഹോദരൻ കൊണ്ടുവന്ന് കൊടുത്തതിന് ഞാൻ സാക്ഷിയാണ്. സഹോദരൻ കൊണ്ടുവന്ന് കൊടുത്തോ?
ആരാ സഹോദരൻ? അദ്ദേഹം DQW ഒക്കെ പാസ്സായി വലിയ നിലയിൽ കഴിയുന്ന ആളാണ്. ഇപ്പോൾ സ്ഥലത്തില്ല, അടുത്ത് എന്നെ വന്നേക്കും. ഏതായാലും ഈ സാധനങ്ങൾ മോഷ്ടിച്ചു കഴിഞ്ഞു എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരൻ വരുന്നത് വരെ സഹോദരി ലോക്കപ്പിലിരിക്കട്ടെ. ഞാനിവിടെയുണ്ട്. എന്നെ അറസ്റ്റ് ചെയ്തു. ചേട്ടാ, ഇദ്ദേഹമാണ് ഇന്ദുവിന്റെ സഹോദരൻ. ഇദ്ദേഹമോ? ഇവൻ ഞങ്ങളുടെ അടുക്കള ജോലിക്കാരനല്ലേ? അടുക്കള ജോലിക്കാരൻ? DQW പാസ്സായി ഇദ്ദേഹമോ? അതെ, അടുക്കള ജോലിക്കാരനും സഹോദരനും എല്ലാം ഞാൻ തന്നെ. ഇതൊക്കെ മോഷ്ടിച്ചത് ഞാൻ തന്നെയാണ്. എന്നെ അറസ്റ്റ് ചെയ്തോളൂ. ഇവിടെ ഇറക്കി വിട്ടാൽ ഞാൻ എവിടെ പോവമ്മേ? എനിക്ക് ആരുമില്ലെന്ന് അമ്മയ്ക്ക് അറിഞ്ഞൂടെ? ആരുമില്ലെന്നാണ് ഞാനും കരുതിയിരുന്നത്. കള്ളനായ ഒരു സഹോദരനുണ്ടെന്ന് ഇപ്പോഴില്ലേ ഞാൻ അറിയുന്നത്. നിങ്ങൾ സഹോദരനും സഹോദരിയും കൂടി എന്നെ കബളിപ്പിക്കുകയായിരുന്നു അല്ലേ? നീ ഈ സ്ഥാപനത്തിന് സൽവരം തന്നെ കളഞ്ഞു വിളിച്ചു. ഈ നിമിഷം ഇവിടെ നടക്കണം. ശരിയമ്മേ, ഞാൻ പോയേക്കാം. ഇതുവരെ എന്റെ അമ്മയെ പോലെ എന്നെ സ്നേഹിച്ചു വളർത്തിയതിന് വളരെ നന്ദി. അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു, അഗ്നിശലാകകൾ പാറി നടന്നു. അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു, അഗ്നിശലാകകൾ പാറി നടന്നു. ഈ ദുഃഖജ്വാല തൻ തീരഭൂമിയിൽ ഇനി എന്തു ചെയ്യും ചിറകറ്റ കുരുവി? അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു, അഗ്നിശലാകകൾ പാറി നടന്നു. ഈ ദുഃഖജ്വാല തൻ തീരഭൂമിയിൽ ഇനി എന്തു ചെയ്യും ചിറകറ്റ കുരുവി? കൂടപ്പിറപ്പിൻ ജീവിതവല്ലരി പൂവിട്ടു കാണാൻ നീ എത്ര കൊതിച്ചു. കൂടപ്പിറപ്പിൻ ജീവിതവല്ലരി പൂവിട്ടു കാണാൻ നീ എത്ര കൊതിച്ചു. ഓടിയ നിൻ കാലിടറിപ്പോയി ഒരു കൊച്ചുമോഹം തകർന്നേ പോയി. അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു, അഗ്നിശലാകകൾ പാറി നടന്നു. ഈ ദുഃഖജ്വാല തൻ തീരഭൂമിയിൽ ഇനി എന്തു ചെയ്യും ചിറകറ്റ കുരുവി? അപമാനത്തിൻ തീച്ചുഴിത്തിരയിൽ എരിയാനാവിൽ ഇനിയൊരു നിമിഷം. അപമാനത്തിൻ തീച്ചുഴിത്തിരയിൽ എരിയാനാവിൽ ഇനിയൊരു നിമിഷം. അന്തം കാണാ വഴികളിലൂടെ അലയുകയോ നീ അനിയത്തി? അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു, അഗ്നിശലാകകൾ പാറി നടന്നു. ഈ ദുഃഖജ്വാല തൻ തീരഭൂമിയിൽ ഇനി എന്തു ചെയ്യും ചിറകറ്റ കുരുവി?
എല്ലാം ദൈവനിശ്ചയമൊന്നല്ലാതെ എന്ത് പറയാനാണ്? ഇല്ലെങ്കിൽ ഈ കുഞ്ഞ് ഇവിടെ തന്നെ വന്നു ഞാൻ വല്ല കാര്യവും ഉണ്ടോ? ഇന്ദുവിനെ ആദ്യം കണ്ടപ്പോ എനിക്ക് മനസ്സിലായില്ല, പിന്നീട് സംസാരിച്ചപ്പോഴല്ലേ മനസ്സിലാകുന്നത്. ഉടനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്തു. ഇന്ദു, ഇന്ദു, ഏതായാലും ഇവിടെ ഇങ്ങനെ ഇട്ടുകൊണ്ട് മോൾ അതും ഇതൊന്നും ചെയ്താൽ കാര്യം പറ്റൂല മോളെ. മോള് പോയി ആ ഡാക്ടറെ വിളിച്ചോണ്ടിരാൻ നോക്ക്. ശരി അച്ഛാ. ഇഞ്ചക്ഷൻ കൊടുക്കും. എന്താ കാർത്തി? ഡോക്ടർ സാർ വീട് വരെ ഒന്ന് വരണം. എന്താ അച്ഛൻ രോഗം കൂടുതലാണോ? അച്ഛനല്ല, എന്റെ ബന്ധത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി ബോധമില്ലാതെ കിടക്കുകയാണ്. ഒന്ന് അവിടം വരെ. കാർത്തി പരിഭ്രമിക്കാതിരിക്കൂ, ഞാൻ എന്താ വരാം. ഡാക്ടർ സാർ, എന്നെ കൂടെ ഒന്ന് ഞാൻ പോയിട്ട് എളുപ്പം വരാം. അത് കൊള്ളാമല്ലോ ഡാക്ടർ. ഇവിടെ വന്ന രോഗികളെ ഇവിടെ നിർത്തിയിട്ട് വേറൊരു രോഗിയുടെ വീട്ടിൽ പോയി ചികിത്സിക്കാതെ എവിടുത്തെ മര്യാദ ഡാക്ടർ? നിങ്ങൾക്കൊക്കെ ഇവിടെ വരാനുള്ള രോഗമല്ലേ ഉള്ളൂ. വരാൻ കഴിയാത്ത രോഗിയുടെ കാര്യമല്ലേ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ ഇരിക്കൂ, ഞാൻ എളുപ്പം വരാം. വരൂ കാർത്തി. ഈ കണക്കിന് നമുക്കും വീട്ടിലെങ്ങാനും കിടന്നേച്ച് വല്ല പെമ്പിള്ളേരും പറഞ്ഞേച്ചാ മതിയായിരുന്നു. കുഞ്ഞനായരുടെ മകളെയാണ് പറഞ്ഞയക്കുന്നതെങ്കിൽ കാര്യം ശരിയായത് തന്നെ. എന്താണ് അവളെ പറഞ്ഞയച്ചാലുള്ള കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. രോഗി മരിച്ച് ദഹിപ്പിച്ചു കഴിഞ്ഞാലും ഡോക്ടർ വീട്ടിലെത്തൂല, അത്രേ ഉള്ളൂ. കൊള്ളതായി പറയുന്നൂടാ. ഇന്ദു, ഇന്ദു, ഭയപ്പെടാനൊന്നുമില്ല. പെട്ടെന്നുണ്ടായ ഭീതിയോടുള്ള ക്ഷീണം മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് രോഗമൊന്നുമില്ല. വേറെ മരുന്നൊന്നും വേണ്ടേ ഡോക്ടർ സാർ? ഒന്നും വേണ്ട. ശരിക്കൊന്ന് വിശ്രമിക്കുമ്പോൾ എല്ലാം ഭേദമായിക്കോളും. വേണ്ട, ഞാനെത്തോളൂ. വിശേഷമൊന്നുമില്ലല്ലോ? ഒന്നുമില്ലേ? നീ പോയവളെ ഞാൻ ഓടിച്ചിട്ട് പിടിച്ചതൊന്നുമല്ല. മഴയായതുകൊണ്ട് ഞാൻ അവിടെ കയറിയിരിക്കുകയായിരുന്നു. ഉടനെ അവിടെ വന്ന് കയറി. ഞാൻ എന്ത് ചെയ്യാന്? മഴയത്ത് വന്നു കയറുന്ന പെമ്പിളരെല്ലാം കയറി പിടിക്കണ നിയമമുണ്ടോ? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അവിടെ ഉള്ള വിവരം അറിഞ്ഞുകൊണ്ട് കയറി വന്നാണെന്നല്ലേ ഞാൻ കയറ്റിയത്. ഏതായിരുന്നു പെണ്ണ്? നിനക്ക് പരിചയമുള്ള പെണ്ണായിരുന്നു? ഏയ്, ഞാൻ കണ്ടിട്ട് പോലുമില്ല. ഏത് നാട്ടുകാരിയാണെന്ന് പോലും എനിക്കറിയില്ല. ആ കാർത്തി കാരണമാണ്. ഇല്ലെങ്കിൽ എല്ലാം ഞാൻ അറിയുമായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് പുറത്തിറങ്ങട്ടെ. ആ കാർത്തിയോട് എനിക്കൊന്ന് ചോദിക്കണം. അന്ന് ഞാൻ പുറത്തുണ്ടെങ്കിൽ അതോടെ നിന്റെ ചോദ്യവും തീരും. തീരുമല്ല. മഴയായതുകൊണ്ട് ഞാൻ അവിടെ കയറിയിരിക്കുകയായിരുന്നു. ഉടനെ അവിടെ വന്ന് കയറി. ഞാൻ എന്ത് ചെയ്യാന്? മഴയത്ത് വന്നു കയറുന്ന പെമ്പിളരെല്ലാം കയറി പിടിക്കണ നിയമമുണ്ടോ? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അവിടെ ഉള്ള വിവരം അറിഞ്ഞുകൊണ്ട് കയറി വന്നാണെന്നല്ലേ ഞാൻ കയറ്റിയത്. ഏതായിരുന്നു പെണ്ണ്? നിനക്ക് പരിചയമുള്ള പെണ്ണായിരുന്നു? ഏയ്, ഞാൻ കണ്ടിട്ട് പോലുമില്ല. ഏത് നാട്ടുകാരിയാണെന്ന് പോലും എനിക്കറിയില്ല. ആ കാർത്തി കാരണമാണ്. ഇല്ലെങ്കിൽ എല്ലാം ഞാൻ അറിയുമായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് പുറത്തിറങ്ങട്ടെ. ആ കാർത്തിയോട് എനിക്കൊന്ന് ചോദിക്കണം. അന്ന് ഞാൻ പുറത്തുണ്ടെങ്കിൽ അതോടെ നിന്റെ ചോദ്യവും തീരും. ഇതൊരു പാട്. ഈ കാർത്തി തന്റെ ആരാ? എന്റെ ആരാവട്ടെ, അക്കാര്യം നീ എന്തിനറിയുന്നു? എങ്കിൽ ചോദിക്കുന്നില്ല പൊന്നെ, വിട്ടിരിക്കുന്നു. വെറുതെ നമ്മൾ എന്തിനാ അതിനകത്ത് ഇരുന്ന് വഴക്കുണ്ടാക്കുന്നത്? എന്നാ മര്യാദ ഭാഗ്യവാൻ പപ്പടം പൊരിക്കായിരിക്കും. കളിയാക്കാണ്ടായി. നിങ്ങൾ വലിയ കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾ തമ്മിൽ കണ്ടോളൂ. ഈ കല്യാണിന്റെ അടുത്ത് വളത്തിലൊന്നും വന്നാലുണ്ടല്ലോ. ഓ, പറഞ്ഞേക്കാം. എന്താ എന്തുണ്ടായി കല്യാണിക്കുട്ടി? ഞാൻ ഇത്തരക്കാരിയാണെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? ഞാൻ ഇവിടെ ഈ അടുക്കള പണിക്ക് വരുന്നെങ്കിലും നല്ല ഒന്നാം തരം തറവാട്ടുകാരിയാ. സംശയം ഉണ്ടെങ്കിൽ തിരക്കി നോക്ക്. അത് പിന്നെ എനിക്കറിയാൻ പാടില്ലേ? അയ്യോ, നിന്റെ മുഖം കണ്ടാ അറിയാലോ നീ തറവാട്ടുകാരിയാണെന്ന്. ആട്ടെ, നീ ഇതൊക്കെ ഇപ്പൊ പറയാനുള്ള കാര്യം എന്താ? അതൊന്നും അറിയട്ടെ. ഇവിടുത്തെ ഡ്രൈവർ കുട്ടമ്പിള്ള നിങ്ങളുടെ വലിയ കൂട്ടുകാരനല്ലേ? ആ, വലുതല്ലെങ്കിലും ചെറിയൊരു കൂട്ടുകാരനൊക്കെ ആണ്. ആണല്ലോ.
അയാൾ എന്നോട് ചോദിക്കുക നീയും അടുക്കളക്കാരൻ പപ്പുള്ളയായിട്ട് സ്നേഹമാണോ എന്ന്. ആണടാ, സ്നേഹമാണ്. നിന്നെ കൊണ്ട് എന്നാ സാധിക്കും? ഞാനും അത് തന്നെയാ ചോദിച്ചത്. സ്നേഹമാണോ? തന്നെ കൊണ്ട് എന്തോ ചെയ്യാൻ സാധിക്കും? അതിനെ കാണിച്ചു തരാൻ പോലും. എടാ ഡ്രൈവറേ, കുട്ടമ്പിള്ളേ, കൊടുക്കാം. പപ്പുള്ള ചേട്ടന്റെ ഇവിടുത്തെ അടുക്കള പണി കളയിക്കുന്നു പറഞ്ഞാ പോയിരിക്കുന്നത്. അവന്റെ തന്തയാണോ എനിക്ക് പണി മേടിച്ചു വന്നിരിക്കുന്നത്? പപ്പുള്ള ചേട്ടന് ഇവിടുത്തെ അടുക്കള പണിയുടെ കൂട്ടത്തില് ദല്ലാല് പണി ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കും പോലും. അവന്ന് പറഞ്ഞു കൊടുക്കട്ടെ, ഞാനും ഒന്ന് പറഞ്ഞു കൊടുക്കാം. എനിക്ക് എന്തോന്നാ പണി? വിശക്കുന്നെന്ന് പറയുന്നവർക്ക് അരി വെച്ചു കൊടുക്കും, പെണ്ണ് വേണമെന്ന് പറയുന്നവർക്ക് പെണ്ണിനെ കൊടുക്കും, ചെറുക്കം വേണമെന്ന് പറയുന്നവർക്ക് ചെറുക്കനെ കൊടുക്കും. ഇതൊക്കെ ഒരു സേവനമാണ്, അല്ല എന്തോന്നാ? ഏതായാലും ഇന്നു മുതൽ അവനെ ഈ അടുക്കള ഞാൻ കേൾക്കത്തില്ല. കല്യാണി, എന്ത് കല്യാണി, എന്ത് ചേട്ടാ? ഇതൊന്നും വേണ്ടായിരുന്നല്ലോ ചേട്ടാ. നീ ഈ കാശൊന്ന് എന്തിനാ ചേട്ടാ എപ്പോഴെപ്പോഴും എനിക്കിങ്ങനെ പൈസ തരുന്നത്? എനിക്കുള്ള എല്ലാം നിനക്കല്ലേ? എടാ നീ ഇങ്ങ് വന്നേരെ. ഡ്രൈവറേ, കുട്ടമ്പിള്ളേ, നിന്നെ ഞാൻ എടുത്തോളാവടാ. എന്ത് ഇതുവരെ ഉറങ്ങാൻ പോയില്ലേ? എന്ത് പോയിക്കൊള്ളൂ, ഞാനിവിടെ ഇരുന്നുകൊള്ളാം. വേണ്ട. മണി 3 ഇനി ഉറക്കം നിന്നാൽ വല്ല അസുഖമുണ്ട്. പോയിക്കൊള്ളൂ. തന്നോട് തന്നെ. അയ്യോ, ഡ്രൈവർ സാറായിരുന്നോ? വന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല, ക്ഷമിക്കണം കേട്ടോ. കുറച്ച് ജീരവെള്ളം ചേർക്ക്. അത്രയ്ക്കായോ? ഇന്ന് എന്നെ തന്റെ കൊണ്ടുപോയി മുഴുവനും ഞാൻ ഇന്ന് എന്റെ ഏമാനടുത്ത് പറഞ്ഞ് തന്നെ ഇവിടെ ഇറക്കി വിട്ടില്ലെങ്കിൽ എന്നെങ്കിലും വിളിച്ചു. പിന്നെ ആ തൂപ്പുകാർക്ക് കൈവാരി കൊടുക്കുന്നത് കൊണ്ടുപോയി അല്ലായിരിക്കും. ഡ്രൈവർ സാറേ, അതൊക്കെ കൈയിരിക്കട്ടെ. താൻ വർഷാപ്പിൽ കാറ് കൊണ്ടുപോയി കമ്മീഷൻ മേടിക്കുന്ന പണിയായി ഇപ്പം പറഞ്ഞത്. പച്ചക്കറി കടന്ന് താനല്ലോ കമ്മീഷൻ മേടിക്കുന്നത്? കഴിഞ്ഞ മാസം മാത്രം താൻ 15 രൂപ മേടിച്ചില്ലയോ? താനല്ലേടോ കാറിൽ നിന്ന് പെട്രോൾ ഊറ്റി വിറ്റത്? അത് കണ്ടുപിടിച്ച് എനിക്ക് താനല്ലേടോ കള്ളു വാങ്ങിച്ച് തന്നത്? എടോ, വലിയമ്മാന്റെ അമ്മയ്ക്ക് കുഴമ്പുണ്ടാക്കാൻ വെച്ചിരുന്ന നെയ്യിന്ന് പകുതി എടുത്ത് അലക്കാരുടെ മൂക്കൂട്ട് കൊടുത്തിട്ട് പകരം ഒരു ഉരുക്കെണ്ണ അല്ലയോടോ അതിനകത്ത് ഒഴിച്ചു വെച്ചത്? ഏമാനന്റെ കാറിന്റെ പുത്തൻ ബാറ്ററി താൻ അഴിച്ചു വിറ്റില്ലേടോ? എന്നിട്ട് ഇപ്പം പഴഞ്ചൻ ബാറ്ററി അല്ലേ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്? എന്ത് പറഞ്ഞടാ? ഇതല്ല സ്റ്റിയറിംഗ് പിടിച്ച് തണുപ്പിച്ച കൈയാണോടാ? എന്നാലേ ഇത് നല്ല തവി പിടിച്ച കൈ, അറിയാമോ? ഇവിടെ മാറി നിൽക്ക്. ഇവിടെ ഞങ്ങളിങ്ങനെ ഓരോ തമാശ പറഞ്ഞോണ്ട് നിൽക്കാൻ. ഞാൻ കാൽ തട്ടി വീണപ്പം ഇങ്ങനെ എന്റെ കയ്യെ പിടിച്ച് പൊക്കുമായിരുന്നു. കള്ള റാസ്കൽസ് രണ്ടും കൂടി ഇവിടെ കട്ടുമുടിക്കായിരുന്നു അല്ലേ? ഇറങ്ങടാ വിളി. ഇനി മേലാൻ ഇവിടെ എങ്ങനെ കണ്ടുപോയാൽ രണ്ടിനെ പിടിച്ച് ഞാൻ പോലീസിലെത്തിക്കും. ഇറങ്ങി. സാറേ, അരി വണ്ടി അടക്കാൻ വാങ്ങി വെച്ചേക്കണം. ഇറങ്ങ്. എന്ത് ചെയ്യും? അടുക്കളക്കാരും ശമ്പളക്കാരും ഒക്കെ ഇങ്ങനെ തുടങ്ങിയാൽ എന്ത് ചെയ്യാനൊക്കെ? കള്ളനും കൂടി വഴക്കിട്ടപ്പോ എല്ലാം പുറത്തു വന്നു അമ്മേ. ഞാൻ അതല്ല ആലോചിക്കുന്നതേ. ഇനിയിപ്പോ ഒരു അടുക്കളക്കാരനെ തിരക്കി എവിടെ പോകും? അരിയും കറിയും വെക്കാൻ ആള് വേണ്ടേ? ആ കാര്യത്തിലൊന്നും അമ്മ വിഷമിക്കണ്ട. അടുക്കള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. നിനക്കതൊക്കെ വശമുണ്ടോ മോളെ? ഞാനൊരു പെണ്ണല്ലേ അമ്മേ. കൊള്ളാം. പെണ്ണുങ്ങളായാൽ അടുക്കള പണിയും കൂടെ അറിഞ്ഞിരിക്കണം. കഴിക്ക്. ഊണ് ഏത് ഹോട്ടലിൽ നിന്നാണ് എടുത്തത്? എന്താ? കറികളൊക്കെ വളരെ നന്നായിട്ടുണ്ട്. എന്നാലും ഈ ഹോട്ടലിലെ ഊണൊന്നും അല്ല, ഹിന്ദുവിന്റെ പാചകമാണ്. അങ്ങനെ പറയൂ. ഇന്നത്തെ കറികൾക്കെല്ലാം ഒരു പ്രത്യേക സ്വാദം. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇന്നു മുതൽ ഹിന്ദുവാണ് ഇവിടുത്തെ അടുക്കളക്കാരി. അപ്പോൾ ഇന്നു മുതൽ രുചിയായിട്ട് ആഹാരം കഴിക്കാമെന്ന അർത്ഥം.
ഒരിക്കലും വാടുകയില്ല. ഞാൻ തന്നെ ഇങ്ങനെ ഒരു വിവാഹാലോചനയായിട്ട് വന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. എന്റെ മകളെ എന്തുണ്ടായി സാർ? ടയർ വെടി തീർന്നു. സ്റ്റെപ്പിനി ഇല്ലേ? സ്റ്റെപ്പിനി ഉണ്ട്, പക്ഷെ ജാക്കിയില്ല. ആ, ഞാനിതാ വരുന്നു. ഞാൻ ഈ വണ്ടി പൊക്കി തരാം, സാർ അടിയിലോട്ട് വെക്കണം. വളരെ ഉപകാരം. ഇതാ, ഇതിരിക്കട്ടെ. എനിക്ക് വേണ്ട സാർ. നിങ്ങൾക്ക് എവിടെയാണ് പോകേണ്ടത്? ഞാൻ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് പോവാം. എവിടെ പോകണം? അത് മാത്രം എനിക്ക് അറിഞ്ഞുകൂടാ. അതെന്താ? ഒരു ജോലി അന്വേഷിച്ച് നടക്കുന്നവന് എങ്ങോട്ട് പോകണമെന്ന് എങ്ങനെ അറിയാം? ഞാൻ നിൽക്കട്ടെ. അവിടെ നിൽക്കൂ, ചോദിക്കട്ടെ. നിങ്ങൾക്ക് എന്തെല്ലാം ജോലി അറിയാം? പല ജോലിയും അറിയാം. വണ്ടി ഓടിക്കാൻ അറിയാമോ? ഓടിക്കാനും നന്നാക്കാനും അറിയാം. അത് ശരി. നിങ്ങൾക്ക് എന്നെ ഡ്രൈവറെ ജോലി ചെയ്യാമോ? പിന്നെന്താ, വലിയ സന്തോഷം. എന്നാൽ വരൂ. നീ കാപ്പി കുടിക്കുന്നില്ലേ രഘു? ഇതാ വരുന്നമ്മേ. ഈ ഫയലൂടെ നോക്കിയിട്ട് ഉടനെ വന്നേ. സമയത്ത് ആഹാരം ഒന്നും കഴിക്കണ്ട. എപ്പോഴും ഇങ്ങനെ കേസും കേട്ടുവായിരുന്നു. വല്ല അസുഖം ഉണ്ടായാലേ നോക്കാൻ ഇവിടെ ആളില്ല, പറഞ്ഞേക്കാം. ആളില്ലെന്നാര് പറഞ്ഞു? അമ്മയില്ലേ ഇവിടെ? ഈ രോഗവും പിടിച്ചു കിടക്കുന്ന ഞാനോ? കൊള്ളാം മോനെ, നന്നായിരിക്കുന്നു. അമ്മയ്ക്ക് ആ രോഗമൊക്കെ തീർന്ന ലക്ഷണമുണ്ടല്ലോ. ഈയിടെയായി അമ്മയ്ക്ക് നല്ല ഉത്സാഹം. അത് നിങ്ങളുടെ ചികിത്സയുടെ ഗുണമൊന്നുമല്ല, ആ ഇന്ദുവിന്റെ ഗുണമാണ്. സ്വന്തത്തിലുള്ളവർ പോലും ഇങ്ങനെ ശുശ്രൂഷിക്കില്ല. എങ്കിൽ അമ്മയെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഇന്ദു ഇവിടെ തന്നെ നിന്നോട്ടെ. എന്താ? അത് എവിടുത്തെ മര്യാദയാണ്? വിവാഹപ്രായമായ ഒരു പെണ്ണിനെ പിടിച്ച് വയസ്സായ എന്നെ ശുശ്രൂഷിക്കാൻ നിർത്താനോ? അതിനെ ആരെങ്കിലും കല്യാണം കഴിച്ചാൽ അത് അതിന്റെ പാട്ടിനങ്ങ് പോവില്ലേ? അതിനിപ്പോൾ നമുക്ക് വല്ലതും ചെയ്യാനൊക്കുമോ അമ്മേ? പോട്ടേന്ന് വെക്കണം. അതുകൊണ്ടല്ലേ നീയോ മോഹനോ ഒരു കല്യാണം കഴിക്കാൻ ഞാൻ പറയുന്നത്. അത് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കില്ലല്ലോ. ഇനിയും ഒരു വിവാഹം കഴിക്കുന്ന കാര്യം മാത്രം അമ്മ എന്നോട് പറയണ്ട. പ്രിയമ്പതയെ പോലൊരു ഭാര്യയെ ഇനി എനിക്ക് കിട്ടുമോ അമ്മേ? എങ്കിൽ മോഹനെങ്കിലും ഒരു കല്യാണം കഴിച്ചുകൂടെ? അതിന് അവന്റെ സമ്മതം കൂടി വേണ്ടേ അമ്മേ? വിവാഹത്തെക്കുറിച്ച് ഇപ്പോഴൊന്നും ആലോചിക്കാൻ പോലും തയ്യാറില്ലെന്ന് പറഞ്ഞാണ് അവൻ നടക്കുന്നത്. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? വേണ്ടടാ, വേണ്ട. ആരും കല്യാണം കഴിക്കണ്ട. എല്ലാരും അവരവരുടെ വാശിയുമായിട്ട് നടന്നോളി. ഞാനിവിടെ ഇങ്ങനെ നോക്കാൻ ആളില്ലാതെ കിടന്ന് നരകിച്ച് മരിച്ചോളാം. ആ, ദേ മോഹൻ വന്നല്ലോ. മോഹൻ വരൂ. ഇപ്പോൾ തന്നെ അതങ്ങ് തീരുമാനിച്ചേക്കാം. എന്താ ചേട്ടാ? നീ ഇതേ അങ്ങോട്ടിരിക്കും. ഞാൻ പോയി ദേഹം ഒന്ന് കഴിയിട്ട് വരാം ചേട്ടാ. ദേഹം കഴുകാനൊക്കെ ഇനിയും സമയമുണ്ട്. ഒരു കാര്യം തീരുമാനിച്ചിട്ടേ നിന്നെ ഇനി പുറത്തേക്ക് വിടുന്നുള്ളൂ. അവിടെ ഇരിക്കും. ഇതെന്താ അമ്മേ, ചേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എടാ, നീ കല്യാണം കഴിക്കുമോ ഇല്ലയോ? എനിക്ക് ഇപ്പോഴത് അറിയണം. അറിഞ്ഞിട്ട് കാര്യമുണ്ട്. ഇത് നല്ല ഏർപ്പാടാണല്ലോ അമ്മേ. ചുമ്മാ പോയി എന്നെ വിളിച്ചു വരുത്തി ഒരു ചോദ്യം ചോദിച്ചത് കേട്ടില്ലേ? ഞാനും അത് തന്നെയാണ് ചോദിക്കുന്നത്. നീ വിവാഹം ചെയ്യുമോ ഇല്ലേ? ഇന്ന് അത് തീരുമാനിക്കണം. ഓഹോ, അപ്പോ ഇവിടത്തെ ആലോചനാ വിഷയം ഞാനായിരുന്നു അല്ലേ? ഇനി നിന്നെ അങ്ങനെ വിടാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. നീ എന്ത് പറയുന്നു? ഞാൻ വിവാഹം ചെയ്യണമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ നിർബന്ധമാണ്. അതെ, നിർബന്ധമാണ്. എന്നല്ല, വലിയ നിർബന്ധമാണ്. ശരി, നാളെ തന്നെ എന്റെ വിവാഹം നടത്തിക്കൊള്ളണം. നീ എന്തോന്നാ മോനെ പറയുന്നത്? ഞാൻ വിവാഹം ചെയ്യണമെന്നല്ലേ അമ്മയും ചേട്ടനും ആവശ്യപ്പെട്ടത്? അത് നാളെ തന്നെ നടക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. അതിന് പെണ്ണ് വേണ്ടേ മോഹൻ? പെണ്ണൊക്കെ ഉണ്ട്. പെണ്ണിനെ നീ കണ്ടുവച്ചിട്ടുണ്ടോ? ഉണ്ടമ്മേ. അമ്പടാ കള്ള. എന്നിട്ട് നീ ഞങ്ങളായിട്ട് വിഷമിപ്പിക്കുകയായിരുന്നു. ഏതാ മോനെ പെണ്ണ്? പെണ്ണിനെ നിങ്ങളൊക്കെ അറിയോ അമ്മേ? എങ്കിലതിങ്ങോട്ട് പറഞ്ഞൂടെ? ഇന്ദു. ഇന്ദു? അതെ, ഇവിടെ വീട്ടുജോലിക്ക് നിൽക്കുന്ന ഇന്ദു. മോഹൻ, നീ ഇത് കാര്യമായിട്ട് തന്നെ പറയുകയാണോ? അതെ അമ്മേ, ഇന്ദുവിനെ എനിക്കിഷ്ടമാണ്. അവൾ വിവാഹം ചെയ്യാൻ ആഗ്രഹവുമുണ്ട്. വിവാഹമോ?
എടാ, ഈ തറവാട് ഏതാണെന്നും ഇന്ദു ആരാണെന്നും ആലോചിച്ചതിന് ശേഷമാണോ നീ സംസാരിക്കുന്നത്? എല്ലാം ആലോചിച്ചു. അതിനുശേഷം ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം ഒരിക്കൽ കൂടി പറയാം. ഞാൻ വിവാഹിതനാകുമെങ്കിൽ എന്റെ ഭാര്യ ഇന്ദു ആയിരിക്കും. നിങ്ങൾക്കതിൽ ഇഷ്ടമില്ലെങ്കിൽ ഈ ജീവിതത്തിൽ എനിക്ക് വിവാഹമേ ഉണ്ടാകുകയില്ല. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. വേണ്ട, നീ വിവാഹം ചെയ്യണ്ട. ഇങ്ങനൊരു വിവാഹം ഞാൻ സമ്മതിക്കുകയില്ല. ആരോരുമില്ലാത്ത ഒരു വീട്ടുവേലക്കാരി പെണ്ണിനെയാണ് അവസാനം അവൻ കണ്ടെത്തിയത്. മോനെ, ഏതായാലും അവൻ കല്യാണം കഴിക്കാമെന്നെങ്കിലും സമ്മതിച്ചില്ലേ? അത് തന്നെ വലിയ കാര്യം. അങ്ങനെ അവൻ കല്യാണം കഴിക്കണ്ട. നീ ഒന്ന് ക്ഷമിക്കില്ലേക്കൂ. അവനെ പറഞ്ഞു തിരുത്തിയാൽ പോരെ. നീ അവൻ ഇത്ര വളരെ കോപിക്കുന്നതിനാ? നീ വാ, ഒന്ന് കാത്തു പിടിക്കാം. ലേഖ, അച്ഛൻ കണ്ട വഴക്ക് പറയില്ലേ? ഇതാരാണ് ഇങ്ങനെ ചവിട്ടിയത്? ഞാനല്ല. നീയാണോ? അല്ല. നീയാണോ? അല്ല. പിന്നെ ആരാണ്? ചേച്ചി. നീയാണോ ചവിട്ടിയത്? അതെ. കള്ളം പറയരുതെന്ന് പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. ശരി, വരൂ. ഇനി കള്ളം പറയരുത് കേട്ടോ. തിങ്കളെ പോലെ ചിരിക്കുന്ന പൂക്കളെ തിന്മകൾ ചെയ്യരുതേ. കഷ്ടതയാൽ കരൾ നൊന്തു പോയാലും കള്ളം പറയരുതേ. തിങ്കളെ പോലെ ചിരിക്കുന്ന പൂക്കളെ തിന്മകൾ ചെയ്യരുതേ. കഷ്ടതയാൽ കരൾ നൊന്തു പോയാലും കള്ളം പറയരുതേ. തിന്മകൾ ചെയ്യരുതേ, കള്ളം പറയരുതേ. മിന്നുന്നതെല്ലാം പൊന്നല്ല, തെന്നുന്നതെല്ലാം ചെടിയല്ല. മിന്നുന്നതെല്ലാം പൊന്നല്ല, തെന്നുന്നതെല്ലാം ചെളിയല്ല. വെളിച്ചമെല്ലാം തീയല്ല, വെളിച്ചമെല്ലാം തീയല്ല. വെളുത്തതൊക്കെ പാലല്ല, വെളുത്തതൊക്കെ പാലല്ല. തിങ്കളെ പോലെ ചിരിക്കുന്ന പൂക്കളെ തിന്മകൾ ചെയ്യരുതേ. കഷ്ടതയാൽ കരൾ നൊന്തു പോയാലും കള്ളം പറയരുതേ. തിന്മകൾ ചെയ്യരുതേ, കള്ളം പറയരുതേ. എന്തോ എന്തോ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവന്ന് വിട്ടിട്ട് വേഗം വരും. കാർ വെളിയിലുണ്ട്. ശരി.
ചേട്ടാ? പറയുന്ന കേൾക്ക്. എന്തു? നമ്മൾ തമ്മിലുള്ള ബന്ധം ആരും അറിയാൻ പാടില്ല. പെട്ടെന്നത് എനിക്കിത് മനസ്സിലാവുന്നില്ല ചേട്ടാ. എന്റെ ചേട്ടന് ഞാനുമായിട്ടുള്ള ബന്ധം ആരറിഞ്ഞാൽ എനിക്കെന്താ ചേട്ടാ? അത് ആപത്താണ്. നീ ആ വീട്ടിലുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. അതറിയാമായിരുന്നെങ്കിൽ ഞാനവിടെ ജോലി ചെയ്ത് വരില്ലായിരുന്നു. എന്തിനാണ് ചേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്റെ ചേട്ടനെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ചേട്ടൻ അറിഞ്ഞോ? ഡോക്ടർ എന്നെ വിവാഹം ചെയ്യാൻ പോവാണ്. നേരെയാണോ നീ? അതെ ചേട്ടാ. ഈശ്വര, ഇനി ഒരു നിമിഷം പോലും ഞാനിവിടെ നിന്നുകൂടാ. എന്നെ കാണുന്നത് തന്നെ നിനക്കൊരു ശിക്ഷയാണ്. എന്റെ സഹോദരിയാണെന്ന് അറിഞ്ഞാൽ ഒരു പക്ഷെ നിന്റെ ഭാവി തന്നെ തകർന്നു പോകും. എന്തെല്ലാം തകർന്നാലും ശരി, എന്റെ ചേട്ടനെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല. ആ കാര്യം മാത്രം എന്നോട് പറയരുത് ചേട്ടാ. ഞാൻ ജീവിച്ചിരിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? ചേട്ടൻ ജീവിച്ചിരിക്കാൻ വേണ്ടി ഞാൻ മരിക്കാൻ തയ്യാറാണ് ചേട്ടാ. എങ്കിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം പുറത്തു പറയില്ലെന്ന് നീ എനിക്ക് ഉറപ്പ് തരണം. ചേട്ടാ, നീ ഉറപ്പ് തന്നില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. ഇന്നോളം ഞാൻ നിനക്ക് ദോഷം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അവസാനം നീ രക്ഷപ്പെടാൻ പോകുന്ന ഈ സമയത്ത് ഞാൻ നിന്നെ ദ്രോഹിക്കാതിരിക്കാൻ ശ്രമിക്കേണ്ടതല്ലേ? നീ എനിക്ക് ഉറപ്പ് തരുമോ ഇല്ലയോ? ഉടനെ എനിക്കറിയണം. ഇല്ല ചേട്ടാ, ഞാൻ പറയില്ല. ഈ ഭാഗ്യദോഷായി ഞാൻ ചേട്ടന്റെ സഹോദരിയാണെന്ന് ആരോടും പറയില്ല. പറയരുത്. ഞാൻ ജീവിച്ചിരിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആരോടും പറയരുത്. ഇന്ന് തന്നെ ഞാൻ അവിടുത്തെ ജോലി ഉപേക്ഷിച്ച് പോവുകയാണ്. നിന്നെ കാണണമെന്ന് തോന്നുമ്പോഴെല്ലാം ഞാൻ വന്ന് കണ്ടുകൊള്ളാം. ചേട്ടാ, അങ്ങനെ എന്നെ ശിക്ഷിക്കണോ ചേട്ടാ? ചേട്ടനെ കണ്ടുകൊണ്ട് കഴിയാനുള്ള അനുവാദം പോലെ എനിക്ക് തരില്ല ചേട്ടാ. അങ്ങനെ കാണുന്നതും നല്ലതല്ല നീതി. എപ്പോഴാണ് എല്ലാം പൊട്ടിത്തെറിക്കുന്നതെന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല. ഞാൻ ആരോടും പറയില്ലെന്ന് പറഞ്ഞില്ലേ ചേട്ടാ? നമുക്ക് പോകാം. ആരുമൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നു. എന്താ രാജു, കുട്ടികളെ സ്കൂളിൽ വിട്ടില്ലേ? വിട്ടു. പിന്നെന്താ? ഞാൻ ജോലി മതിയാക്കി പോവാണ്. ജോലി മതിയാക്കി പോവാണ്. രാജുവിന് എന്താ ഭ്രാന്തുണ്ടോ? എന്തെങ്കിലും ഒരു ജോലി അന്വേഷിച്ച് എങ്ങോട്ടൊന്നില്ലാതെ നടന്ന ആളാണ് രാജു. അപ്പോ ഇവിടെ ഇങ്ങനെ ഒരു ജോലി തന്നത് വേണ്ടെന്ന് വെക്കാൻ കാര്യമൊന്നും എന്നോട് ചോദിക്കില്ലേ സാർ. എന്നെ പോകാൻ അനുവദിച്ചാൽ മാത്രം മതി. വല്ല അസുഖമുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ചികിത്സിച്ച് ഭേദമാക്കാം. ഇല്ല, എനിക്ക് അസുഖമൊന്നുമില്ല. പിന്നെ അകലെ ആരെങ്കിലും കാണാൻ പോകണോ? എങ്കിൽ അവധിയെടുത്ത് പോയാലും മതി. ജോലി ഉപേക്ഷിച്ച് പോകണമെന്നില്ല. സാറിനെ നിർബന്ധിക്കരുത്. എനിക്ക് പോകാൻ അനുവാദം തരണം. ഇങ്ങനെ നിർബന്ധമായിട്ട് പറഞ്ഞാൽ എനിക്ക് പിന്നൊന്നും പറയാനില്ല. പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞ ആളിനെ പിടിച്ചു നിർത്താൻ എനിക്ക് എന്ത് അധികാരം? മോഹൻ, എന്റെ റിസ്റ്റ് വാച്ച് ഇവിടെ ഞാൻ കണ്ടു. ഇല്ല. ഞാൻ വായിച്ചുകൊണ്ടിരുന്നതിനിടയിൽ പുസ്തകത്തിനുള്ളിൽ വെച്ചിട്ട് പോയതാണ്. തിരിച്ചു വന്ന് നോക്കി റിസ്റ്റ് വാച്ച് കാണുന്നില്ല. അത് അവിടെ എങ്ങനെ കാണും ചേട്ടാ? ഇനി നോക്കാൻ സ്ഥലമില്ല. നീ എങ്ങനെ ഇവിടെ വന്നു? നിങ്ങൾ അറിയുമോ? കൊള്ളാം, കള്ളൻ രാജുവിനെ അറിയുമോന്ന്. ഇവൻ എന്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുകയായിരുന്നു. അവിടുന്ന് മോട്ടിച്ചിട്ട് ജയിലിൽ പിടിച്ചിട്ടിരിക്കായിരുന്നു. നീ എന്നാടാ കൊച്ചനെ ജയിലിൽ നിന്ന് വന്നത്? ഇവൻ മോഷണക്കേസിന് ജയിൽ ശിക്ഷ അനുഭവിച്ചവനാണോ? തൊട്ട് മുമ്പിലല്ലേ നിൽക്കുന്നത്, അവനോട് തന്നെ ചോദിക്കണം. എടാ, നീ മോഷണക്കുറ്റത്തിന് ജയിലിൽ പോയിട്ടുണ്ടോ? ചോദിച്ചത് കേട്ടില്ലേ? മോഷ്ടിച്ചതിന് നീ ജയിലിൽ പോയിട്ടുണ്ടോ? അപ്പൊ നീയാണ് എന്റെ വാച്ച് എടുത്തത് അല്ലേ? അയ്യോ അല്ല സാർ, ഞാൻ വാച്ച് എടുത്തിട്ടില്ല സാർ. അല്ല, ഇതിനിടയ്ക്ക് വാച്ചൊരെണ്ണം പോയോ? ഇപ്പോ മനസ്സിലായി. വാച്ച് മോഷ്ടിച്ചത് കൊണ്ടാണ് ജോലി ഉപേക്ഷിച്ച് ഉടനെ തന്നെ പോകാൻ തീരുമാനിച്ചത്. ഇല്ല സാർ, ഞാൻ വാച്ച് മോഷ്ടിച്ചില്ല സാർ. ഞാൻ പറയുന്ന ഒന്നും വിശ്വസിക്കുന്നു സാർ. പിന്നെ എന്റെ വാച്ച് ഇവിടെ? സംശയിക്കണ്ട, ഇവൻ തന്നെ എടുത്തിട്ടുള്ളത്. ഇല്ല സാർ, ഞാൻ എടുത്തില്ല സാർ. ശബ്ദിച്ചു പോകരുത്. പൊക്കടാകെ. വാച്ച് എവിടെയാണ് വെച്ചിരിക്കുന്നത്? സത്യം പറയണം.
ഞാൻ വാച്ച് എടുത്തില്ല സാർ. ഈശ്വരനോർത്ത് ഈ കാര്യത്തിൽ സാറിനെ വിശ്വസിക്കണം. നീ അല്ലാതെ അന്യൊരുത്തിന് ഇവിടെ വന്നിട്ടില്ല. സത്യം പറഞ്ഞാൽ നിനക്ക് രക്ഷയുണ്ട്. വാച്ച് എവിടെയാണ് വെച്ചിരിക്കുന്നത്? ഞാൻ എന്ത് പറഞ്ഞാണ് സാറിനെ വിശ്വസിപ്പിക്കാൻ? ഞാൻ വാച്ച് എടുത്തില്ല സാർ. നീ സത്യം പറയില്ല. അയ്യോ മോനെ, എന്താ എന്താ രഘു ഇത്? ഇവന്റെ വാച്ച് മോഷ്ടിച്ചോമേ. അതിന് തല്ലണോ? ചോദിച്ചാ പോരെ? അങ്ങനെ വിട്ടാൽ പറ്റില്ല. ഇവനെ പോലീസിൽ ഏൽപ്പിച്ചിട്ട് ബാക്കി കാര്യം. വേണ്ട ചേട്ടാ, നമ്മളായിട്ട് അവനെ പോലീസിൽ ഏൽപ്പിക്കണ്ട. അവൻ പോയിക്കൊള്ളട്ടെ. നീ ഇത് ഇവിടെ തന്നെ ചെയ്യണം. ഇറങ്ങി പോടാ വഴി. വയ്ക്കോ, ഇറങ്ങി പോടാ വഴി. വാച്ച് സൂക്ഷിക്കാതെ വെച്ചിട്ട് വല്ലവരെയൊക്കെ പിടിച്ച് തല്ലിയേച്ചാ മതിയല്ലോ. അപ്പൊ ഞാൻ പറയാവോ? പറയൂ. നമ്മുടെ ആ പഴയ കല്യാണമൊക്കെ ഉറപ്പിച്ചു കഴിഞ്ഞല്ലോ. അങ്ങനെ എങ്ങനെ? എന്നോട് ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ. തന്നോട് ഇങ്ങനെ പറയുന്നത്? തന്നില്ലേ ഞാൻ? അതുകൊണ്ട് തന്നെയാണ് മോഹന് വേറെ കല്യാണം ഞാൻ ഉറപ്പിച്ചത്. ഉറപ്പിച്ചോ? ഉപകാരം, രണ്ടുപേർക്ക് ഉപകാരം. ഈ വിവരം ഭവാനെ അറിയിച്ച എനിക്ക് സൗകര്യമായിട്ട് വീട്ടിൽ കണ്ട് ഉറങ്ങാമല്ലോ. ആ കണ്ണാടി വെച്ച് വരുന്നത് ആരാ? അയ്യോ, അറിയില്ല. അതാണ് കളക്ടർ. പുറകെ വരുന്നത് അത് അങ്ങയുടെ മരുമകൻ, വലിയ ഡോക്ടർ. അമേരിക്കയിൽ നിന്ന് വന്നതേ ഉള്ളൂ. അതാരാ? അത് മന്ത്രിയുടെ പി എ. ഓടോ പി എ തേങ്ങാക്കൊല. അത് ആഹാരം എടുത്തുകാരൻ രാമേശ്വരല്ല. ഓഹോ. അല്ല, മണി 9 ആയില്ലല്ലോ. കല്യാണം നടന്നു കാണുകയല്ല. ഇപ്പൊ പോയാലും മതി. മറ്റേ ഇരിപ്പുണ്ടോ? അയ്യോ, താക്കോല് ഭവാനി കൊണ്ടുപോയിരിക്കുക. എന്റെ കയ്യിലുണ്ട്, എടുക്കാം. എന്നെ കൊല്ലരുത്. ആരാണ് കുത്തിയതെന്നറിയാം? കള്ളൻ രാജു. കള്ളൻ രാജു ഇപ്പോഴും ഇവിടെയൊക്കെ ഉണ്ട്. ഉണ്ട് മോനെ. ആ കാന്താരി കാർത്തിയുടെ വീട്ടിലാ താമസം. എന്താണ് ആ കുഞ്ഞുനായരെ കുത്തി കൊന്നിട്ട് നീ ഒന്നും അറിഞ്ഞില്ല? ടൗൽ
ഇങ്ങോട്ട്. എന്താണ് നോക്കുന്നത്? എന്റെ പോക്കറ്റ് നിറയെ രൂപയാ. എടുക്കട സോഡ. ₹100 ഇത് വെച്ചോ. ഞാൻ ഒന്ന് ചോദിക്കുമ്പോഴെല്ലാം എനിക്ക് സോഡ എന്നാണ്. ഈ ഗ്ലാസ് എനിക്ക് വേണം. എന്റെ പൊന്നെ, നീ ഇവിടെ നിൽക്കുന്നു. നീ എന്നെ പോലീസിൽ പിടിച്ചു കൊടുത്തു. എന്നാലും എനിക്ക് നിന്നോട് വെറുപ്പില്ല. നീ എന്റെ കേരളാണ്. അയ്യോ, അന്ന് ഞാൻ എന്റെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു പോയതാ. സോമൻ ചേട്ടൻ എന്നോട് ക്ഷമിക്കണം. സാരമില്ല. നിനക്ക് എന്ത് വേണം? ഈ സോമൻ ചേട്ടൻ തരാം. നിനക്ക് എന്നോട് ഇഷ്ടമാണോ? ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ വല്ലവരും കേൾക്കില്ലേ സോമൻ ചേട്ടാ? ഞാൻ ഒത്തിരി കുടിച്ചു പോയി. നീ ക്ഷമിക്കണം. ആണുങ്ങളായ അങ്ങനെയാ, ഇത്തിരി കുടിച്ചെന്ന് വരും. അതൊന്നും സാരമില്ലെന്നേ. എനിക്ക് ഇനിയും കുടിക്കണം. അത് നീ വഴിയിൽ നിന്നാണോ കുടിക്കുന്നത്? എങ്കിൽ വാ, നമുക്ക് വീട്ടിൽ പോവാം. അവിടെ ആരുമില്ല. എന്നെ പിടിക്കണ്ട, ഞാൻ വരാം. സോമൻ ചേട്ടൻ നടന്നോ? എങ്കിൽ പിടിക്കാതെ വാ. വാ. എന്റെ തങ്കക്കുടം ഇവിടെ നീര് പിടിക്കണ്ട സോമൻ ചേട്ടാ, ഞാൻ ഇരുന്നോളാം. എന്താ കരളകുടി? സോമൻ ചേട്ടൻ പകുതി കുടിച്ചിട്ടതാ, ബാക്കി ഞാൻ കുടിച്ചോളാം. കുടിക്കുക. കുടി. കുടിച്ചോ? വീട്ടിക്ക്. കാർത്തി, എന്റെ കരളെ, എന്തോ നിന്നെ ഞാൻ കല്യാണം കഴിക്കും. എന്റെ കാർത്തി ഞാൻ കല്യാണം കഴിക്കും. എന്നിട്ട് നമ്മൾ സുഖമായി ജീവിക്കും. അതിനുള്ള രൂപയും സ്വർണ്ണമെല്ലാം എന്റെ കയ്യിലുണ്ട്. നോട്ടോ? ഇനിയും രൂപ നോട്ടോ? ഇനിയുണ്ട്. എന്റെ കാർത്തി നോക്ക്. ഇതെല്ലാം എന്റെ കാർത്തിക്കാണ്. നീ ഇനി കച്ചവടത്തിനൊന്നും പോകണ്ട. ഞാൻ കച്ചവടത്തിന് പോകുന്നത് സോമൻ ചേട്ടന് ഇഷ്ടമില്ലെങ്കിൽ പോകുന്നില്ല. നീ പോകണ്ട. നിന്നെ ഞാൻ റാണിയാക്കും. റാണി. സോമൻ ചേട്ടാ, കുറച്ചും കൂടെ കുടിക്കും. മതി കാർത്തി. സാരമില്ല സോമൻ ചേട്ടാ, മതി. ഞാനല്ലേ തരുന്നത്. കുടിക്കും. കറി പ്രണയവും
ദേ ഒരു വാച്ചോ? ഇത് ചേട്ടന്റെ വാച്ചല്ലേ? എന്റെ വാച്ച് എവിടെ നോക്കട്ടെ. വാച്ച് എന്റേതല്ലേ? ഇപ്പൊ എവിടെ നിന്ന് കിട്ടി? കുഷ്യന്റെ ഇടയിൽ നിന്ന് താഴെ വീണതാ. കണ്ടോ, ഈ വാച്ചിന് വേണ്ടിയല്ലേ നീ അന്ന് ആ പാവത്തിനെ തല്ലിയത്? കഷ്ടമായി പോയി. ചെയ്യാത്ത കുറ്റത്തിന് ഒരാളെ ശിക്ഷിച്ചു പോയി. രാജു അന്ന് പറയാവുന്നതെല്ലാം പറഞ്ഞതാണ്. അന്ന് നമ്മളാരും അത് വിശ്വസിച്ചില്ല. ഏതായാലും അത് വലിയ കഷ്ടമായി പോയി. അവൻ ഇപ്പോഴെവിടെയാ? രാജു ആ കുഞ്ചനായരെ കൊന്ന കേസിലെ പ്രതിയാണ്. അദ്ദേഹം കുഞ്ഞിനായരെ കൊന്നില്ല. എന്തോ? കൊലപാതകം നടന്നെന്ന് രാത്രി 11:30 മണി വരെ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. എന്റെ കല്യാണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഈ വീട്ടിലുണ്ടായിരുന്നു. എന്തോ എന്തൊക്കെയാണ് പറയുന്നത്? നിങ്ങൾ എല്ലാവരും അദ്ദേഹത്തെ കണ്ടതാണ്. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് മാത്രം. രാജു കല്യാണത്തിനുണ്ടായിരുന്നാണോ നീ പറയുന്നത്? അതെ, അദ്ദേഹം വേഷം മാറിയിരുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല. എങ്കിൽ പിന്നെ എന്തു എങ്ങനെ മനസ്സിലാക്കി? എന്റെ ചേട്ടനായതുകൊണ്ട്. ചേട്ടനോ? രാജു നിന്റെ ചേട്ടനാണോ? അതെ, എന്റെ സ്വന്തം ചേട്ടൻ. മോളെ, നീ ഈ പറയുന്നതൊക്കെ നേരാണോ? അതെ അമ്മേ, ഞാൻ പറഞ്ഞത് മുഴുവൻ നേരാണ്. രാജു ഇന്ദുവിന്റെ സഹോദരനാണെന്ന് എന്തുകൊണ്ട് അവർ പറഞ്ഞില്ല? പറയരുതെന്ന് ചേട്ടൻ നിർബന്ധിച്ചു. ഈശ്വരനെ വിചാരിച്ച് എന്റെ ചേട്ടനെ രക്ഷിക്കണം. ചെയ്യാതെ വേറൊരു കുറ്റത്തിനും കൂടി എന്റെ ചേട്ടനെ രക്ഷിക്കാൻ ഇടയാവരുത്. ദയവേത് രക്ഷിക്കൂ. ശരി, രാജുവിനെ രക്ഷിക്കാൻ കഴിയുമോ എന്ന് നോക്കട്ടെ. ഇതാ, എന്റെ ഭർത്താവിന്റെ ചേട്ടൻ ഇവിടെ ഉള്ളപ്പോ ഞാൻ നിങ്ങളോട് ചിലത് ചോദിക്കുന്നത് ധിക്കാരമാണെന്ന് കരുതരുത്. ചോദിക്കാതെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ചോദിച്ചു പോകുന്നതാണ്. ഈ മുഖവരയുടെ ഒന്നും ആവശ്യമില്ലല്ലോ. ചോദിക്കാനുള്ളതെന്ന് ചോദിച്ചാൽ പോരെ. നിങ്ങൾ എന്റെ കല്യാണത്തിന് വന്നിരുന്നു. അന്ന് നിങ്ങളുടെ അടുത്തുള്ള കസേരയിൽ സൂട്ട് ധരിച്ച ഒരു ചെറുപ്പക്കാരൻ ഇരുന്നിരുന്നു. എന്തോ ഞാൻ ഓർമ്മിക്കുന്നില്ല. ആ ചെറുപ്പക്കാരന്റെ കയ്യിൽ നിന്ന് കുറച്ച് കൂൾ ഡ്രിങ്ക് നിങ്ങളുടെ പാന്റിൽ വീണു. ആ മനുഷ്യൻ ഉടനെ അത് സ്വന്തം കർച്ചീഫ് കൊണ്ട് തുടച്ചു. ശരിയാണ്, ഞാൻ ഇപ്പോൾ ഓർമ്മിക്കുന്നു. സൂട്ട് ധരിച്ചൊരു ചെറുപ്പക്കാരൻ എന്റെ അടുത്ത കസേരയിൽ ഇരുന്നിരുന്നു. രാത്രി ഏകദേശം 9 മണിക്കാണ് ഇത് സംഭവിക്കുന്നത്. അതെ. പാർട്ടിയൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ഞങ്ങളോട് യാത്ര പറഞ്ഞ് പിരിയുമ്പോൾ രാത്രി 11:30 മണിയായി കാണും. കറക്റ്റ്. അപ്പോൾ രാത്രി 9 മണി മുതൽ 11:30 മണി വരെ കല്യാണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ആ ചെറുപ്പക്കാരൻ നിങ്ങളോട് ഒരുമിച്ചുണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. എനിക്ക് അത്ഭുതം തോന്നുന്നു. മിസ്സസ് മോഹൻ ഇതെല്ലാം ഇതിന് ഇത്ര കൃത്യമായി ശ്രദ്ധിച്ചു. എന്തിനെന്ന് മനസ്സിലാവും. ഇതാ, ഈ ലോക്കപ്പിൽ നിൽക്കുന്ന ആളും അന്ന് നിങ്ങളുടെ അടുത്തിരുന്ന ചെറുപ്പക്കാരനും തമ്മിൽ വല്ല സാദൃശ്യവും തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. ഇല്ലേ? സൂക്ഷിച്ചു നോക്കണം. അന്നിതല്ല വേഷം, സൂട്ടാണ് ധരിച്ചിരുന്നത്. മുഖത്ത് ഗ്ലാസ് ഉണ്ടായിരുന്നു. ശരിയാണ്, ഇയാൾ തന്നെയാണ് എന്റെ അടുത്ത കസേരയിൽ ഇരുന്നിരുന്നത്. രാത്രി 9 മണി മുതൽ 11:30 മണി വരെ നിങ്ങളോട് ഒരുമിച്ചുണ്ടായിരുന്ന ഒരാൾ അന്ന് രാത്രി തന്നെ 9 മണിക്ക് മറ്റൊരു ദിക്കിൽ ഒരാളെ കൊന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഈ ലോക്കപ്പിൽ നിൽക്കുന്ന രാജു ഇന്ദുവിന്റെ സഹോദരനാണ്. സഹോദരനോ? അതെ, ഇന്ദു എല്ലാം ശ്രദ്ധിച്ചതും അതുകൊണ്ട് തന്നെയാണ്. ഇതെല്ലാം ഒരു അത്ഭുതമായിരിക്കുന്നല്ലോ. ഇതാണ് അവിടെ സോമനല്ലേ? ഈ നെക്ലസ് മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് രാജുവിനെ ഒരിക്കൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ആ മരിച്ചുപോയ കുഞ്ചനായരുടെ വകയാണ്.
ഇതാ ഇതിൽ അടയാളമുണ്ട്. കൊണ്ടുപോകും അകത്ത്. രാജുവിനെ ഇറക്കി കൊണ്ടുവരും. ഭയങ്കര ചൂടാണ്. ഉറങ്ങാനുള്ള സൗകര്യം സോറി മിസ്റ്റർ ഈശ്വരാധീനം കൊണ്ടാണ് ഇങ്ങനെയെങ്കിലും കലാശിച്ചത്. തെറ്റൊരിക്കൽ ചെയ്താൽ മതി, ശിക്ഷ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തെറ്റ് ചെയ്യാതിരിക്കുക.